എല്ലാവർക്കും നമസ്കാരം. തഥാഗത അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള നാരദ ഭക്തി സൂത്രത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. 84 സൂത്രങ്ങൾ അടങ്ങുന്ന അതേപോലെ ഭക്തി പ്രധാന വിഷയമായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയാൽ വിരചിതമായിട്ടുള്ള നാരദ ഭക്തി സൂത്രം വളരെയധികം ഭക്തി പ്രധാനമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല യഥാർത്ഥ ഭക്തി എന്താണെന്നും അതേപോലെ തന്നെ ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഭക്തി നേടുന്നതിനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണെന്നും യഥാർത്ഥ ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ട് ഈ 84 ചെറിയ സൂത്രങ്ങളിലൂടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ രാംജി എപ്പോഴും പറയും, ഒരു സാധകൻ സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം വായിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഗ്രന്ഥം നാരദ ഭക്തി സൂത്രമാണ് എന്നാണ്. കാരണം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഭക്തി എന്നുള്ളത്. അത് ഗുരുഭക്തി ആയിക്കോട്ടെ, ഈശ്വരഭക്തി ആയിക്കോട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭക്തി എന്നത് പൂർണ്ണമായിട്ടുള്ള സമർപ്പണവും പരമമായിട്ടുള്ള സ്നേഹവുമാണ് എന്നാണ്. അപ്പൊ നമ്മെ ഈ ഒരു വിപുലമായിട്ടുള്ള ഈ വിശാലമായിട്ടുള്ള നാരദ ഭക്തി സൂത്രം, ഭക്തിയെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ടെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാംജി, ഡോക്ടർ ആർ രാമാനന്ദ് അദ്ദേഹമാണ്. അദ്ദേഹം IKS സെന്റർ ആയിട്ടുള്ള അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും ശിവം മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫും ആധ്യാത്മിക ആചാര്യനും പ്രഭാഷകനും ഒക്കെയാണ്. അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ അറിവ് ഞങ്ങളിലേക്ക് പകർന്നു തരുന്നതിനായിട്ട് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാംജി നമസ്തേ. നമസ്തേ. നമസ്തേ എല്ലാവർക്കും നമസ്കാരം. പേരുകൾ കണ്ടിട്ട് എല്ലാവരും നമ്മളെ സ്ഥിര ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ നല്ലായിരുന്നു, കണ്ടുകൊണ്ട് സംസാരിക്കാലോ. നമുക്ക് തുടങ്ങാം. നന്ദി നിത്യ. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നാരദ ഭക്തി സൂത്രത്തെ കുറിച്ച് പറഞ്ഞു. എത്രയോ കാലമായിട്ട് ശ്രീനാഥ്ജി എന്നോട് പറയുന്ന ഒരു വിഷയമാണ്, നാരദ ഭക്തി സൂത്രം എടുക്കാം നമുക്ക്, നാരദ ഭക്തി സൂത്രം എടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ സത്യത്തിൽ അതിനോട് വിമുഖത കാണിച്ച ഞാനാണ് എന്ന് പറയുന്നതാണ് സത്യം. കാരണം ആത്മാർത്ഥമായിട്ട് പറയണമല്ലോ, സത്യം പറയണം എന്നാണ്. ഭക്തിയുടെ ആദ്യത്തെ പ്രീ റെക്വിസിറ്റ് എന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യം എന്താന്ന് വെച്ചാൽ, സാധകരാകുമ്പോൾ ചെറിയൊരു അഹങ്കാരമൊക്കെ വന്ന് പെടും സാധന ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ സാധന ചെയ്യുന്ന ആൾക്ക് വരുന്ന അഹംഭാവം എന്താണെന്ന് വെച്ചാൽ, ഈ ഭക്തി ഒരു രണ്ടാന്തര ഏർപ്പാടാണെന്നുള്ള ഒരു ചിന്ത എവിടെയോ നമ്മുടെ ഉള്ളിൽ കയറിപ്പെടും. നമ്മള് ശ്രീചക്രപൂജ ചെയ്യുന്നു, നമ്മള് പരാപൂജ ചെയ്യുന്നു, നമ്മള് മന്ത്രവാദം ചെയ്യുന്നു, നമ്മൾ ദേവതയായിട്ട് ഡയറക്ട്ലി ഇടപെടുന്ന ആൾക്കാരാണ്. അതിനെക്കൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പരിപാടിയാണ്. ഞങ്ങൾ അതുക്ക് മേലെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ വന്ന് ഭവിക്കുന്ന ഒരു ചിന്ത. പലപ്പോഴും വന്ന് ഭവിക്കുന്നതാണ് സാധകർക്ക്. അപ്പൊ പലപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഏതൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരിക്കലും കല്ലടിക്കോട് മല കയറിയ സമയത്ത് ആദ്യമായിട്ട് കല്ലടിക്കോട് പോവാണ്. കല്ലടിക്കോട് കേരളത്തിന്റെ മന്ത്രവാദ ക്യാപിറ്റലാണ്. അസമിൽ മായോങ് ഉള്ള പോലെയാണ് കല്ലടിക്കോട്. ഞാൻ ഏതൊക്കെയോ ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടവർക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് തോന്നും, പക്ഷെ ആവർത്തിക്കാതിരിക്കാൻ വയ്യ. അവിടെ പോയ സമയത്ത് അവിടെ ഒരു കല്ലടിക്കോട് തങ്കമ്മ എന്ന് പറയുന്ന ഒരു വലിയ മന്ത്രവാദിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു വലിയ വലിയ പാരമ്പര്യമുള്ള ആളാണ്, നീലമുത്തന്റെ മകളാണ്. അപ്പൊ അവരെ ഒരു പാരമ്പര്യത്തിൽ അവര് കരിനീലിയെ നേരിട്ട് കാണും എന്നാണ് പറയാ. അവര് അവിടുന്ന് നീലിയമ്മേ എന്ന് വിളിച്ചാൽ ആ മുകളിൽ നിന്ന് ആ കാൽത്തള ഗലിക്കൊണ്ട് അമ്മ മുട്ടുവരെ മുടി നീണ്ടു കിടക്കുന്ന നീലക്കാർക്കൂന്തലായിരിക്കുന്ന അമ്മ നടന്നു വരുന്ന കാഴ്ച അവർ കാണുന്നതാണ് അവർ പറയാം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അവരോട്, ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു. ഞാനും ശ്രീനാഥ്ജി മാത്രമേ ഉള്ളൂ അന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഓടിപ്പോയതാ. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു, എന്താ അതിന് മാർഗം? അപ്പൊ അവർ പറയാം, നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അതെന്ത് വർത്താനാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ അവരതിന് മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പൂജയും തന്ത്രവും മന്ത്രവും ഒക്കെ അറിയാം, അതിനെക്കൊണ്ട് ഒരിക്കലും അമ്മ നിങ്ങളുടെ അടുത്ത് വരില്ല. ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞങ്ങൾ ഹൃദയം പൊട്ടി എന്റെ അമ്മേ എന്ന് വിളിച്ചാൽ അമ്മ ഇറങ്ങി പോരും. എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ അറിയുന്നത് കൊണ്ട് ലേശം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇവിടെ നാരദ ഭക്തി സൂത്രത്തില് പറയുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ഭക്തി ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. നമുക്ക് ഭാരതത്തിൽ പലവിധം കാര്യങ്ങളുണ്ട്. ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, രാജയോഗമുണ്ട്, ഹഠയോഗമുണ്ട്, മന്ത്രയോഗമുണ്ട്, ലയയോഗമുണ്ട്. ഇതിനൊക്കെ ചില എന്താ പറയാ, ചില അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. ഇപ്പൊ ജ്ഞാനയോഗം ഏത് വിഷയത്തിലാണ്? ഇപ്പൊ ശിവജ്ഞാനം ഉണ്ടാവാൻ ആഗ്രഹം ഉള്ള ഒരാൾക്ക്
ആ പന്ഥാവിൽ ഇപ്പൊ സിദ്ധാന്ത ശൈവത്തിന്റെ ഭാഷയിൽ പോവുകയാണെങ്കിൽ ആ ഭാഷയിലുള്ള കാര്യങ്ങൾ പഠിക്കണം. തന്ത്രം പഠിക്കുമ്പോൾ ഞങ്ങൾ 36 തത്വം മുതൽ പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഈ വിഷയം മനസ്സിലാക്കുക. ജ്ഞാനം തീർച്ചയായിട്ടും മുക്തിപ്രദാനം അല്ലെ മുക്തി പ്രദാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അഭിനവ്തൻ പറയുന്നുണ്ട്, വേറെ ഒന്നും വേണ്ട, ജ്ഞാനം ഉണ്ടായാൽ മതി മുക്തി ഉണ്ടാവാൻ. പക്ഷെ ജ്ഞാനം ഉണ്ടാക്കൽ അത്ര എളുപ്പമല്ല. ജ്ഞാനം അത്ര എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അതിന് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കിട്ടിയ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നതല്ല. എന്തൊക്കെയോ തരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അറിവ് കൂടിപ്പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ എളുപ്പമുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരു മന്ത്രം കിട്ടണമെങ്കിൽ ഗുരുനാഥന്റെ പിന്നാലെ നടന്ന് ഗുരുനാഥൻ 10-12 വർഷമൊക്കെ കൂടെ നടത്തി ചീത്തയൊക്കെ വിളിച്ച് നമ്മളെ പരമാവധി മാനം കെടുത്തി, എന്നെയൊക്കെ മാനം കെടുത്തിയതിന് കയ്യും കണക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിച്ച് നമ്മുടെ ഈഗോ മുഴുവൻ പോകുന്ന സമയത്താണ് മന്ത്രം പറഞ്ഞു തരാം. അപ്പൊ മന്ത്രം കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇത് വൈകുന്നേരം വീട്ടില് അമ്മുമ്മ നാമം ചൊല്ലുന്ന കൂട്ടത്തിൽ ചൊല്ലാൻ പഠിപ്പിച്ച മന്ത്രമായിരിക്കും. ഇതാണ് ഗുരുനാഥന്റെ പിന്നാലെ 12 കൊല്ലം നടന്നിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ മന്ത്രം അമ്മുമ്മ പഠിപ്പിച്ചാണല്ലോ. അമ്മുമ്മ പഠിപ്പിച്ചാണോ അല്ലേ എന്നുള്ളതല്ല, ഞാൻ തരുമ്പം അതാണ് മന്ത്രം, അത് ജപിച്ചോളാം. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, തമാശയ്ക്കാണെങ്കിൽ പോലും പറയാറുണ്ട്, ഗുരുനാഥൻ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചെവിയിൽ 10-12 കൊല്ലം നടന്നിട്ടുണ്ടാവും, ചെരുപ്പ് തേഞ്ഞിട്ടുണ്ടാവും, നടന്ന് അപമാനിതനായിട്ടുണ്ടാവും, അടുത്തടുത്ത് നടന്ന് മന്ത്രോപദേശം തരാം എന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തി ആ സ്റ്റേച്ചറിലുള്ള ഗുരുനാഥന്മാരെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അവര് ചിലപ്പോൾ ചെവിയിൽ പറയാ, എടാ കുരുത്തം കെട്ടവനെ എന്നായിരിക്കും ചിലപ്പോൾ ചെവിയിൽ വിളിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, അല്ല അത് മനസ്സിലായി, കുരുത്തം കെട്ടാന്ന് മനസ്സിലായി, മന്ത്രം എന്താ? ഇത് തന്നെ മന്ത്രം, ഇത് ജപിച്ചോളാൻ. അപ്പൊ വീട്ടിൽ പോയിരുന്നിട്ട് എന്താ, എടാ കുരുത്തം കെട്ടവനെ, എടാ കുരുത്തം കെട്ടവനെ, എടാ കുരുത്തം കെട്ടവനെ, എടാ കുരുത്തം കെട്ടവനെ, ഇത് തന്നെ ജപിക്കുക എന്നുള്ളതാണ് ഗുരുഭക്തിയുടെ ആദ്യത്തെ ലക്ഷണം. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് ഗുരുനാഥൻ ഒരു മന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മന്ത്രം വേറൊരാളെടുത്ത് പോയി ചോദിക്കും, ഈ മന്ത്രം ശരി തന്നെയാണോ, ഈ മന്ത്രത്തിന്റെ ബീജം ശരിയാണോ, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കും, എന്നിട്ട് ഇത് ശരിയാണോ, അങ്ങനെ 100,000 ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടാണ് ഗുരുനാഥൻ തന്ന മന്ത്രം നമ്മൾ ജപിക്കാൻ തുടങ്ങുന്നത്. അത് ഒരു കാലത്തും ഫലിക്കൂല. കാരണം എന്താ ഒരു കാലത്തും ഫലിക്കാത്തത്? നമുക്ക് ആത്യന്തികമായ അതിനോട് വേണ്ട ഭക്തി അവിടെ ഇല്ല. അപ്പൊ സാധനയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഭക്തി. പക്ഷെ നമ്മളത് മറന്നുപോകും പലപ്പോഴും അതൊരു ടെക്നിക്കൽ കാര്യമായിട്ട് മാറും. ടെക്നിക്കൽ കാര്യമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഫ്ലോ സംഭവിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഒരു ഫ്ലോ സംഭവിക്കുന്നില്ല. ഇപ്പൊ ശ്രീചക്ര പൂജ ചെയ്യുന്ന സമയത്ത് ശ്രീചക്രത്തെ അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ പൂജിക്കുകയാണ്. ടെക്നിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പൂവ് എടുത്ത് അതിലേക്ക് ഇടുന്നുണ്ട്, നമ്മൾ കുറെ കാര്യങ്ങൾ അതിലേക്ക് അർപ്പിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുമായി താതാത്മ്യം സംഭവിക്കുന്നില്ല. അതെന്താ താതാത്മ്യം സംഭവിക്കാത്തത്? അതുമായി എന്തുകൊണ്ടാണ് ലയം സംഭവിക്കാത്തത്? നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആ മുമ്പിലിരിക്കുന്ന മെറ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വസ്തു ശ്രീചക്രമാണ് എന്ന് സത്യത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല. നമുക്ക് എവിടേക്കോ ചില സംശയമുണ്ട്. എന്താ സംശയം? ഇത് ശരിക്കുള്ള തന്നെയാണായിരിക്കും അല്ലേ എന്നുള്ള സംശയം നമ്മുടെ ഉള്ളിൽ അതികഠിനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെയോ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, വീണ്ടും പറയാണ്. യൂറി ഗഗാറിൻ സ്പേസിൽ പോയ സമയത്ത്, യൂറി ഗഗാറിൻ സ്പേസിൽ പോയ കഥ അറിയാലോ. അത് യഥാർത്ഥ കഥയല്ല, ഒരു സൂചക കഥയാണ്. അതുകൊണ്ട് ഫാക്ട് ചെക്ക് നടത്തരുതാരും. അപ്പൊ അതുകൊണ്ട് യൂറി ഗഗാറിൻ സ്പേസിൽ പോയി വന്ന സമയത്ത് സോവിയറ്റ് റഷ്യ അയച്ചതാണല്ലോ അല്ലെ, അമേരിക്കയായിട്ട് കോൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലത്ത് സ്പേസ് എക്സ്പെഡിഷൻസ് ഇവരുടെയൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇവരുടെയൊക്കെ അഭിമാനത്തെ ഉയർത്തി കിട്ടുന്നതിന്റെ ഭാഗമാണ്. യൂറി ഗഗാറിൻ സ്പേസിൽ പോയി വന്ന സമയത്ത് അവിടെയുള്ള റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു ഡിന്നർ കൊടുക്കാൻ തീരുമാനിച്ചു. ഡിന്നർ കൊടുക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്, ദൈവവിരോധികളാണ്, ദൈവമില്ല എന്ന് നാസ്തികരാണ് അല്ലേ. അദ്ദേഹം ചോദിച്ചു, മുകളിൽ പോയപ്പം കണ്ട് അല്ലേ എന്ന്. ആരെ? ദൈവത്തെ കണ്ട് അല്ലേ എന്ന്. അപ്പൊ യൂറി ഗഗാറിൻ ആ ഉത്തരം പറയുന്നതിന് മുമ്പേ മറ്റേ ആൾ പറഞ്ഞു, ദയവ് ചെയ്ത് പുറത്ത് പറയരുത്, കാരണം കമ്മ്യൂണിസം തകർന്ന് തരിപ്പണായി പോകും. കാരണം മുകളിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സാധനം അവിടെ ഓടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് ഒരിക്കലും ഇത് പുറത്തു പറയരുത്. പിറ്റേ ദിവസം അദ്ദേഹത്തിന് റഷ്യൻ ഒരു കോൺഗ്രിഗേഷന്റെ, അവിടുത്തെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു മേധാവി, ക്രിസ്തീയ സഭയുടെ മേധാവി അദ്ദേഹത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചപ്പം യൂറി ഗഗാറിൻ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം, ഈ സഭയുടെ പിതാവ്, അദ്ദേഹത്തോട് ചോദിച്ചു, മുകളിൽ പോയപ്പോ കണ്ടില്ല അല്ലേ?
കാണാത്ത കാര്യം ദയവ് ഇത് പുറത്തു പറയരുത്. കാര്യം എന്താ? ആ മതം തകർന്ന് തരിപ്പണായി പോകും. അപ്പൊ ഇത് ഇല്ല എന്ന് പറയുന്ന ആൾക്ക് എവിടെയോ ശക്തമായൊരു വിശ്വാസമുണ്ട്, ഇതുണ്ട്. ഇതുണ്ട് എന്ന് പറയുന്ന നമുക്കൊക്കെയോ എവിടെയോ ഒരു വിശ്വാസമുണ്ട്, ഇതില്ല. ആ അവിശ്വാസത്തിന്റെ കണിക എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ടോ അത്രത്തോളം നമുക്ക് ഇത് സാധ്യമാവാതെ വരുന്നു എന്നുള്ളതാണ്. മുല്ലാ നസ്രുദ്ദീന്റെ കഥ പറയാറുണ്ട്. മുല്ലാ നസ്രുദ്ദീൻ പറയാറുണ്ട്, മുല്ലാ നസ്രുദ്ദീൻ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥ ഉണ്ട്. അയാൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകില്ല, ഒന്നിടവിട്ട വെള്ളിയാഴ്ചയിലെ പള്ളിയിൽ പോകും. അപ്പൊ അവിടുത്തെ മുക്രി ചോദിക്കുന്നുണ്ട്, ഇത് എന്താ ഇത് എല്ലാ വെള്ളിയാഴ്ചയും വരണ്ടേ, അള്ളാഹ് ശിക്ഷിക്കൂലേ, എല്ലാ വെള്ളിയാഴ്ചയും വരണം എന്നുള്ളതാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്കതിൽ വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ അയാൾ വെച്ചാൽ എന്തില്, അള്ളാഹ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വരാത്തത് എന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ എന്തിനാ ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ വരുന്നത്? ഓൾട്ടർനേറ്റ് വെള്ളിയാഴ്ചകളിൽ വരുന്നുണ്ടല്ലോ, അതെന്തിനാ എന്ന് ചോദിക്കുക. അപ്പൊ അയാൾ പറയാം, ഇനി അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ ഫൂളായി പോരുതല്ലോ. ഏതാണ്ട് നമ്മുടെയൊക്കെ നിലപാട് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. ഒരു പൂജ ചെയ്യാൻ ഇരുന്നാൽ പൂജ ചെയ്യും, ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നാറില്ലേ ഇത് ഉള്ളത് തന്നെയാണോ, ശരിക്കും ദൈവം ഉണ്ടോ എന്നൊരു ഡൗട്ട് എവിടെയോ ഉണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്, ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത്? അപ്പൊ ശ്രീചക്ര പൂജ പഠിപ്പിച്ച ശ്രീനാഥി ആയിരിക്കും, ശ്രീനാഥി ഒക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും. അല്ലെങ്കിൽ പരാപൂജ പഠിപ്പിച്ച ഞാനാണല്ലോ, പരാപൂജ രാംജിയൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാവും. ഞങ്ങളിപ്പോ എന്താ ചിന്തിക്കുന്നത്, ഞങ്ങളെ ഗുരുനാഥന്മാര് വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊക്കെ എന്താ വിശ്വസിച്ച് പോരുന്നത്? നമുക്ക് മുമ്പേ ഉള്ള ആളുകൾ ഇത് വിശ്വസിച്ചിട്ടുണ്ട്, നമുക്ക് ബോധ്യമൊന്നുമില്ല, വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കണം എന്നുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിലാണ് നമ്മൾ ചെന്ന് എത്തുന്നത്. ഒരു ലോജിക്കൽ കൺക്ലൂഷനാ. ദൈവം ഉണ്ടായേക്കാം. എന്താ ഉണ്ടാവാനുള്ള കാരണം? മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അത്ര മണ്ടന്മാരുണ്ടോ? പലപ്പോഴും ഈ യുക്തിവാദികൾ ചെയ്യുന്ന സമയത്ത് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സമ്മേളനമൊക്കെ നടത്തുമ്പം ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിനെ പ്രതിരോധിക്കുന്നത് കേട്ടാലാണ് നമുക്ക് കൂടുതൽ ചിരി വരിക. അവർ പ്രതിരോധിക്കുക, ഐസക് ന്യൂട്ടൺ ദൈവവിശ്വാസിയായിരുന്നു, മാക്സ് പ്ലാങ്ക് ദൈവവിശ്വാസിയായിരുന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ ദൈവവിശ്വാസിയായിരുന്നു, അതുകൊണ്ട് എന്തുണ്ട്, ദൈവമുണ്ട്. അതെന്താ? അപ്പൊ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവമുണ്ട്. അങ്ങനെയാണോ നമ്മുടെ കൺവിക്ഷൻ വരേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓഷോ പറയുന്ന ഒരു തമാശയല്ല, ശരിക്കുള്ള ഒരു കാര്യമാണ്. ഒരു യുക്തിവാദി, അയാളുടെ കയ്യിലെ വാച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, ദൈവമുണ്ട് എങ്കിൽ എൻ്റെ കയ്യിലെ വാച്ചിന്റെ സെക്കൻഡ് സൂചി ഇപ്പം നിർത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളിങ്ങനെ നോക്കി, കണ്ടോ സെക്കൻഡ് സൂചി ഓടുന്നുണ്ട്, അതിനെ കൊണ്ട് ദൈവമില്ല. നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും വിചാരിച്ചു, ശരിയാണല്ലോ, ദൈവത്തിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ സെക്കൻഡ് സൂചി ഒന്ന് നിർത്താൻ പറ്റുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഒരാൾ പറഞ്ഞു ഉത്തരം. അയാൾ പറഞ്ഞു, ദൈവത്തിന്റെ ഈഗോ നിങ്ങളുടെ ഈ സെക്കൻഡ് സൂചി നിർത്തുന്നതിൽ അധിഷ്ഠിതമാണോ? ദൈവത്തിന് ഇയാളെ കയ്യിലെ സെക്കൻഡ് സൂചി നിർത്തിയിട്ട് അയാളുടെ അസ്തിത്വം തെളിയിക്കേണ്ട ഗതികേട് ഉണ്ടാവുക എന്ന് പറഞ്ഞ ആലോചിച്ചോക്ക് എത്രത്തോളം മണ്ടത്തരമാണ് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന യുക്തിയുള്ള ഒരാൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ദൈവം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യമാണ് അപ്പൊ ദൈവവുമായാണ് ഭക്തിയെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ദൈവം? എന്താണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇടപാട്? ദൈവവുമായിട്ടുള്ള പലതരത്തിലുള്ള ഇടപാടുകളുണ്ട്, പലതരത്തിലുള്ള ഇടപാടുകൾ. ആ ഇടപാടിൽ എന്താണ് ദൈവവുമായിട്ട് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല ഇടപാട്? ആ ഇടപാട് ഭക്തിയാണ്. അപ്പൊ അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ദൈവം എന്നാണ്. പക്ഷെ നാരദ ഭക്തി സൂത്രത്തിൽ എവിടെയും എന്താണ് ദൈവം എന്ന് നാരദൻ നിർവചിക്കുന്നില്ല. ഒരു സ്ഥലത്ത് പോലും വാട്ട് ഇസ് ഗോഡ് എന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഭാരതത്തില് വാട്ട് ഇസ് ഗോഡ് എന്ന ക്വസ്റ്റ്യന് എവിടെയും ആൻസർ ഇല്ല എന്നുള്ളതാണ് സത്യം. ഭാരതത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണ് ദൈവം? അങ്ങനെയാണെങ്കിൽ ദൈവസൂത്രം ഉണ്ടാക്കുമായിരുന്നു നമ്മൾ. ശിവസൂത്രം ഉണ്ട്, ശിവസൂത്രത്തിൽ ശിവൻ ആരാന്ന് പറയുന്നേ ഇല്ല, കോൺഷ്യസ്നസ് എന്താന്നാ പറയുന്നത്. യോഗസൂത്രം ഉണ്ട്, അതിൻ്റെ അകത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല, ക്വാളിറ്റീസ് ഓഫ് ദ ഗോഡ് പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് യോഗസൂത്രം പഠിച്ച സമയത്ത്? ഇതിനു മുമ്പ് നമുക്ക് സൂത്രങ്ങൾ കുറെ ഉണ്ടായി, അല്ലേ? യോഗസൂത്രം പഠിച്ചു, ശിവസൂത്രം പഠിച്ചു, ഇപ്പൊ അതാ നാരദ ഭക്തിസൂത്രം. ഈ സൂത്രങ്ങളിലെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് യോഗസൂത്രത്തിൽ പ്രത്യേകിച്ചും ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് പറയുന്നത്? ഒരൊറ്റ പോയിന്റ് ആണ് പറയുന്നത്. ആ പോയിന്റ് എന്താ? പുരുഷവിശേഷ ഈശ്വര.
പുരുഷവിശേഷനാണ് ഈശ്വരൻ. എന്ന് വെച്ചാൽ ആരാണ് ഈശ്വരൻ? ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ. ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ. അപ്പൊ ക്വാളിറ്റി ആർജിച്ച ഇൻഡിവിജ്വൽ ആണ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ. അതാണല്ലോ ക്വാളിഫൈഡ്. എന്നാൽ പർട്ടിക്കുലർ ക്വാളിറ്റി ഉള്ള ഒരാളെയാണ് നമ്മൾ ക്വാളിഫൈഡ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ആ ക്വാളിറ്റീസ് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാ? ക്ലേശ കർമ്മ വിഭാഗ ശപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര. ക്ലേശം കർമ്മം വിഭാഗം തുടങ്ങിയാൽ ഇതാൽ സ്പർശിക്കപ്പെടാത്തവനാണ് ഈശ്വരൻ. ക്ലേശം, നമുക്കൊക്കെ ക്ലേശമുണ്ട് ജീവിതത്തിൽ. നമ്മളൊക്കെ ക്ലേശപൂരിതമായ ജീവിതമാണ്. അല്ലാന്ന് ആര് പറഞ്ഞാലും ആണ്. അനുനിമിഷം ലോക ജീവിതം ക്ലേശകരാണ്. ക്ലേശത്തെ നമ്മൾ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ക്ലേശം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബുദ്ധൻ ആർഷ സത്യത്തിലും ആദ്യം പറഞ്ഞ എന്താണ്? വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറി. ലോകം ദുഃഖപൂരിതമാണ്. അല്ലേ? ലോകം ദുഃഖപൂരിത എന്നുള്ളതാണ് ആർഷ സത്യത്തിൽ ആദ്യത്തെ വാക്ക് ബുദ്ധൻ പറഞ്ഞത്. ഇനി സാഖ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ലോകം ദുഃഖമായാണ്. അത് ഒന്നല്ല, 3 ദുഃഖം. എന്തൊക്കെയാ? ആദിഭൗതികം, ആധ്യാത്മികം, ആദിദൈവികം എന്നീ പറയുന്ന ത്രിദുഃഖങ്ങളാലാണ് ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. യോഗസൂത്രം പറയുന്നു ദുഃഖപൂരിതാണ് ലോകം. പാശുപതം പറയുന്നു ദുഃഖാന്തം ആണ് ഏറ്റവും ഉയർന്ന ദർശനം, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലം. ദുഃഖാന്തം, ദുഃഖ നിവൃത്തി ഉണ്ടാവും. അപ്പൊ ദുഃഖം ഇങ്ങനെ ഉണ്ട്, ക്ലേശപൂരിതാണ്. ഈ ക്ലേശത്തിൽ പെടാത്തവനാണ് ഈശ്വരൻ. സദാ ആനന്ദമൂർത്തിയായിരിക്കുന്നവനാണ് ഈശ്വരൻ. പിന്നെയോ കർമ്മം. നമ്മളൊക്കെ കർമ്മത്താൽ ബന്ധിതാണ്. നമുക്കൊക്കെ കർമ്മമുണ്ട്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർമ്മങ്ങളാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? കർത്തൃത്വത്തോടു കൂടിയുള്ള ധർമ്മമാണ്. ലോകത്തെല്ലാം ധാർമ്മികമായി നടക്കുന്നുണ്ട്. അതിൽ കർത്തൃത്വം നമുക്ക് വന്നാൽ അത് കർമ്മമായി. ഞാൻ ചെയ്തു. ഐ കോൺഷ്യസ്നസ് ഏതെങ്കിലും കാര്യത്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ അതെന്തായി? കർമ്മമായി. ഇപ്പോൾ ഒരാൾ, നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ വീണുപോയി, നമ്മൾ ഓടിപ്പോയിട്ട് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതെന്താ? അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അല്ലേ? ഒരാൾ വീണ് കണ്ടാൽ പോയി എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആ ഇൻസ്റ്റിങ്ക്റ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വീഴുന്ന കണ്ടാൽ വീഡിയോ എടുത്തിട്ട് വൈറലാക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിങ്ക്റ്റ്. അങ്ങനെയാണ് മനുഷ്യന്റെ ചിന്താഗതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ടെന്തായിരുന്നു? പണ്ടൊരാൾ വീഴുന്ന കണ്ടാൽ ഓടിപ്പോയി പിടിക്കുകയായിരുന്നു. ഇപ്പൊ ഫോണാണ് പോക്കറ്റിൽ നിന്ന് ഉടനെ പൊങ്ങുക. അയാൾ വീഴുന്ന, ഇത് വൈറലായാൽ എനിക്ക് കുറച്ച് ലൈക്കും ഷെയറും കിട്ടുമല്ലോ എന്നാ. അപ്പൊ ഇൻസ്റ്റിങ്ക്റ്റ് മാറും. അപ്പൊ ഇവിടെ ഓടിപ്പോയി അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ത്? ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തുന്നുണ്ടോ? അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ഏതെങ്കിലും നിമിഷം എനിക്ക് തോന്നുക ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തു എന്ന് തോന്നിയാൽ ആ നിമിഷം അതെന്തായി? ആ കർമ്മം കർമ്മഫലമായിട്ട് മാറി. അപ്പൊ നിങ്ങളുടെ 2 അക്കൗണ്ട് ഉണ്ട്. ഒരു കറണ്ട് അക്കൗണ്ടും ഒരു സേവിങ് അക്കൗണ്ടും എന്ന് പറഞ്ഞാൽ 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ ആ 2 അക്കൗണ്ടിൽ ഒരു സ്പ്ലിറ്റ് അക്കൗണ്ട് ആണ്. പാപ അക്കൗണ്ട്, പുണ്യ അക്കൗണ്ട്. പാപ അക്കൗണ്ടിലേക്കും പുണ്യ അക്കൗണ്ടിലേക്കും ഇങ്ങനെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അത് ആരാ നിക്ഷേപിക്കുന്നത്? ഞാൻ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. എൻ്റെ കർമ്മങ്ങളെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് ഓരോ അക്കൗണ്ടിലിട്ട് സൂക്ഷിക്കുന്ന ആള് ഞാൻ തന്നെയാണ്. ആ അക്കൗണ്ടന്റ് ഞാൻ തന്നെയാണ്. അല്ലാണ്ട് ഈശ്വരന് ആ പണിയില്ല. അപ്പൊ ഞാൻ അത് പുണ്യത്തിൽ അക്കൗണ്ട് ചെയ്തു. പുണ്യത്തിൽ അക്കൗണ്ട് ചെയ്താൽ എന്തായി? അടുത്ത ജന്മത്തിൽ ഞാൻ ഇതുപോലെ വീഴുകയും അയാൾ ഓടി വന്ന് എന്നെ എഴുന്നേൽപ്പിക്കുകയും ചെയ്ത് അത് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് അൺഎൻഡിങ് സൈക്കിൾ ആവുന്നു. എന്താവുന്നു? ഇതൊരു വിഷ്യസ് സൈക്കിൾ, ഇതൊരു വിഷമവൃത്തായി തീരുന്നു. ഇതിനെയാണ് സംസാരം എന്ന് വിളിക്കുന്നത്. ഇത് നിത്യേന ഈ സംസാരത്തിന് കാരണമാവുന്ന എന്താണ്? എൻ്റെ കർമ്മം, എൻ്റെ കർമ്മഫലം. കർമ്മഫലം കർമ്മത്തെ ഉണ്ടാക്കുന്നു, കർമ്മം കർമ്മഫലത്തെ ഉണ്ടാക്കുന്നു. ഇത് തമ്മിൽ അങ്ങനെ പരസ്പരമായൊരു ബന്ധമുണ്ട്. അപ്പൊ ക്ലേശം, കർമ്മം, വിഭാഗമാണ് കർമ്മഫലം. ഇത് 3നാലും ബാധിക്കപ്പെടാത്തവനാരോ അവനാണ് ഈശ്വരൻ. സസ്യ നിരതിശയം അവൻ എന്താണ്? അതിശയകരമായ സർവജ്ഞത്വം ഉണ്ട്. അവന് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്, ലിമിറ്റഡ് കാര്യങ്ങളല്ല. അപ്പൊ സർവജ്ഞത്വം ഉണ്ട്, വ്യാപകത്വം ഉണ്ട്, സർവകാരകത്വം ഉണ്ട്, അല്ലേ? എല്ലാ ശക്തിയുണ്ട്, എല്ലായിടത്തും ഒരുമിച്ച്. ഓംനിപൊട്ടൻസ്, ഓംനിഷ്യൻസ് ആൻഡ് ഓംനി പ്രസൻസ് ഇതുണ്ട്. പിന്നെയോ ക്ലേശത്താലും കർമ്മത്താലും വിഭാഗത്താലും അവൻ ബന്ധിതനല്ല. അവനെ വിളിക്കുന്ന പേരാണ് ഈശ്വരൻ. എന്നാൽ പോലും ഇന്ന ആളാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടില്ല. ദിസ് ഇസ് ഗോഡ് എന്ന് പറഞ്ഞിട്ടില്ല. അബ്രാഹ്മിക മതങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ദിസ് ഇസ് ഗോഡ് എന്നുള്ള പരാമർശം അവിടെ വളരെ പ്രസക്തമായിട്ട് കാണാൻ പറ്റും. മോസസിനോട് യഹ്വ പറയുന്നുണ്ട്, ഞാനാണത് എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഞാനല്ലാതെ മറ്റൊരാളെ നീ
ആരാധിക്കരുത്. അതിന്റെ അർത്ഥം എന്താ? മറ്റു ദൈവങ്ങളും ഉണ്ട്, ഞാനും ഉണ്ട്. ഖുറാനിലും സമാനമായിട്ടുള്ള ആശയം കാണും. ഞാനല്ലാതെ മറ്റ് ആകാശ ദൈവങ്ങളെ നീ ആരാധിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഞാനും ഉണ്ട്, മറ്റുള്ളവരും ഉണ്ട്. അതിൽ എന്നെയാണ് ആരാധിക്കുന്നത്, പെർട്ടിക്കുലർലി എന്നെ. മറ്റവരുണ്ട് കേട്ടോ, അവരെ ആരാധിക്കരുത്. അങ്ങനെ ഒരു പൊസിഷൻ ഭാരതീയ സംസ്കൃതിയിൽ കാണാനേ പറ്റില്ല. ഈശ്വരൻ വന്നിട്ട് എവിടെയെങ്കിലും ഞാനാണോ ദൈവം, നീയാണോ ദൈവം എന്നുള്ള തർക്കമൊന്നും ശിവനോ ബ്രഹ്മാവോ വിഷ്ണുവും തമ്മിലൊന്നും ഉണ്ടായിട്ട് കാണുന്നില്ല. ഞാനാണോ ദൈവം, നീയാണോ ദൈവം എന്നുള്ള തർക്കം കാണുന്നില്ല. കാരണം എന്താ? ദൈവം എന്ന് പറയുന്ന അവസ്ഥ അതിനൊക്കെ കടന്നു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നാരദൻ ഇവിടെ വളരെ 84 സൂത്രങ്ങളിലൂടെ 9 ചാപ്റ്റേഴ്സ് ആണ്. നവതാഭക്തി, നമ്മൾ നവതാഭക്തി എന്ന് പറയും. പലതരത്തിലുള്ള ഭക്തി ഉണ്ട് ഇല്ലേ? പലതരത്തിലുള്ള സഖിത്വം, ഈശ്വരനോട് എടാ പോടാന്ന് പറയുന്ന ബന്ധം സഖിത്വമാണത്. പാഞ്ചാലിക്ക് ഉണ്ടായിരുന്ന കൃഷ്ണനോട് സഖിത്വമാണ്, അതുകൊണ്ട് സഖാവേ എന്നാ വിളിക്കല്. അർജുനനും അങ്ങനെ തന്നെയായിരുന്നു, സഖാവേ എന്ന് വിളിക്കുന്ന ബന്ധമായിരുന്നു, അതിനോട് പറഞ്ഞാൽ കേട്ടില്ല. അങ്ങനെ ഉണ്ട്. ഈശ്വരൻ നമ്മളെ തോളിൽ കൈയിട്ട് നടന്നാൽ പിന്നെ ഈശ്വരൻ പറഞ്ഞാൽ പോലും നമ്മൾ കേൾക്കൂല. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, എടാ അങ്ങനെയൊന്നല്ല ചെയ്യേണ്ട, എങ്ങനെ ചെയ്യാ. അപ്പൊ അർജുനൻ പറഞ്ഞു, ഈ മിണ്ടാണ്ടൊക്കെ ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞു, അത് ശരി, ഞാൻ ഇത്ര കാലം തോളിൽ കൈയിട്ട് നടന്നുകൊണ്ട് നിനക്ക് എന്നെ ഒരു വിലയില്ല അല്ലേ. ഉടനടി വിശ്വരൂപ പ്രദർശനം. അപ്പോഴാ മനസ്സിലായത്, അയ്യോ ഇത്ര ദിവസം തോളിൽ കൈയിട്ട് നടന്ന ആള് വേറെ ആളായിരുന്നു. അയ്യോ ഭഗവാനെ, അതോ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ദദാമി മാം എന്താ പറയുന്നത്? ദിവ്യചക്ഷുസ് കൊടുത്തിട്ടാണ് എന്ത് കണ്ടത്? ആ കാഴ്ച കണ്ടത്. അപ്പോഴാണ് ഇത്ര ദിവസം തോളിൽ കൈയിട്ട് നടന്ന ആള് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവും. സഖിത്വം, സഖാവേ എന്ന് വിളിക്കാവുന്ന ബന്ധം, ദാസ്യഭാവം. ഭഗവാന്റെ അടുത്ത് ദാസനായിട്ട് ജീവിക്കാൻ പറ്റും. ദാസനായിട്ട് എല്ലാ കാലത്തും ഞാൻ ഭഗവാന്റെ ദാസനാണ്, എൻ്റെ മേലെ എനിക്ക് സ്റ്റേറ്റസ് വേണ്ട, ഞാൻ ആ കാലടിയിൽ ഇങ്ങനെ കിടന്നോളാം. ശൈവ സിദ്ധാന്തികളൊക്കെ അങ്ങനെയാണ്. ശിവൻ അടിയാൻ എന്ന വാക്ക്, ശിവൻ അടിമ. ശിവനാവലില്ല, ശിവനാവണ്ട, എനിക്ക് ശിവനാവണ്ടപ്പാ, ഞാൻ കാലിൽ ഇങ്ങനെ കിടന്നോളാം അല്ലെ. നമുക്കും അങ്ങനത്തെ പാട്ടുണ്ട്. ആ കാൽപാദത്തിൽ അണയണം, ഞാൻ ആ കാൽക്കൽ കിടന്നോളാം, എനിക്ക് അവിടുത്തെ ഒരു പൊടിയെങ്കിലും ആയാൽ മതി, വിഷ്ണുപാദത്തിൽ കിടന്നോളാം, ശിവപാദത്തിൽ ലയിച്ചോളാം, ഇങ്ങനെ പറയാം. ഇനി സാത്മ്യം, ഈശ്വരനായി തീരാം, എനിക്ക് അയാളായിട്ട് മാറണം, ഞാൻ ഈശ്വരനായിട്ട് മാറും. അങ്ങനെ സാത്മ്യമുണ്ട്, സഖിത്വമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ അതീവമായിട്ടുള്ള പ്രണയം, ഈശ്വരനോട് പ്രേമം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ പലതരത്തിലുള്ള പ്രേമം, അതീവമായ ശക്തമായിട്ടുള്ള പ്രേമം. മീരയ്ക്ക് കൃഷ്ണനോട് ഉണ്ടായിട്ടുള്ള പ്രേമം. മീരയ്ക്ക് കൃഷ്ണൻ തന്നെ സ്വന്തം പതിയാണെന്നാണ് വിചാരം. അക്ക സ്വന്തം ഭർത്താവായിട്ടാണ് ചെന്നമല്ലികാർജുനെ കണ്ടിട്ടുള്ളത്. ആണ്ടാള് സ്വന്തം ഭർത്താവായിട്ടാണ് രംഗനാഥനെ കാണുന്നത്. ആണ്ടാളിൻ്റെ ഒക്കെ കൃതികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ലജ്ജ തോന്നുന്ന വിധത്തിലാണ്. ഭക്തികാവ്യാണ് കേട്ടോ. എല്ലാവരും തിരുപ്പാവയൊക്കെ ഇങ്ങനെ പാടിപ്പാടി നടക്കുന്നതാണ്. അതിന്റെ അർത്ഥം മലയാളത്തിൽ കേട്ടാലേ മനസ്സിലാവുള്ളൂ എന്താണ് അതിന്റെ യഥാർത്ഥത്തിൽ ആണ്ടാള് അഭ്യർത്ഥിക്കുന്നത് എന്ന്. അത്രയും നമുക്ക് ഇറോട്ടിക് പോയട്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും അടുപ്പം ഒരു പെൺകുട്ടി കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിലുണ്ട് മഞ്ജുള അല്ലേ. മഞ്ജുള മാല കെട്ടി കാത്തിരുന്നത് ആരെയാണ് എന്നുള്ള ചോദ്യം. അങ്ങനെ സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ പ്രാപിക്കാവുന്ന ഒരു അസ്തിത്വം ഈശ്വരനുണ്ട്. വധുഭാവേന ഭക്തി എന്നതിന് പറയാം. എന്താണ് വധുഭാവേന ഭക്തി? വധു ആണെന്ന് കരുതുക, വധുഭാവേന ഭക്തി. ഏതാണ്ട് വധുഭാവേന ഭക്തി അതേപോലെ സ്വീകരിച്ചിരിക്കുന്ന ഒരു മതമാണ് ക്രിസ്തു മതം. അതുകൊണ്ട് കർത്താവിന്റെ മണവാട്ടിമാർ എന്നാണ് കന്യാസ്ത്രീകളെ പറയാ. ക്രിസ്തുവാണ് അവരുടെ പതി. അവരാരാണ്? കർത്താവിന്റെ മണവാട്ടിക, അതാണ് അതിന്റെ സങ്കല്പം. പക്ഷെ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ പറയാണ് ക്രിസ്തുവിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ അന്ന് ഒരു സഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. പറച്ചില് മാത്രമേ എന്തുള്ളൂ കർത്താവിന്റെ മണവാട്ടി. യഥാർത്ഥത്തിൽ കർത്താവിന്റെ മണവാട്ടിയാന്ന് പറഞ്ഞാൽ അന്ന് സഭ പുറത്താക്കും. ഇതിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ ക്ഷമിക്കണം കേട്ടോ, സത്യമാണ് ഞാൻ പറഞ്ഞത്, വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ സിസ്റ്റർ ജസ്മിയൊക്കെ എഴുതിയിട്ടുള്ള ആമേനൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും കാലത്ത് അങ്ങനെ പറഞ്ഞാൽ. എന്നാൽ ഭാരതത്തിൽ മഞ്ജുളയെ നമ്മൾ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടോ? മീരയെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? എന്നാ ഉണ്ട്. മീരയും മഞ്ജുളയും ഒക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം കളിയാക്കുകയും പ്രാന്താന്ന് പറയുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഒരു മതത്തെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവർക്ക് ഈ അനുഭവത്തെ മനസ്സിലാവാത്തത്. ഈ അനുഭവത്തെ ഒരിക്കലും സാധാരണ മനുഷ്യന് മനസ്സിലാവാവുന്ന ഒന്നല്ല. അതുകൊണ്ട് നാരദൻ ഭക്തിസൂത്രത്തിൽ 2ാമത്തെ സൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, യാ തസ്മിൻ പരമപ്രേമരൂപ. എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ നിർവചനമേ ഉള്ളൂ. പരമപ്രേമരൂപമായിരിക്കുന്നത്. ആരോട്? തസ്മിൻ, അയാളോട്. അയാളോട്. ഞാൻ തന്നെ ആയിരിക്കുന്ന അയാളോട്. ഞാൻ തന്നെ ആയിരിക്കുന്ന അയാളാന്ന് പിന്നീട് പറയുന്നുണ്ട്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭക്തിസൂത്രം എടുക്കുന്ന സമയത്ത് ആ വിഷയം പറയാം. പരമമായ പ്രേമത്തിന്റെ പേരാണ് ഭക്തി. അപ്പൊ അവിടെ 2 വാക്ക് വന്നു. പരമം, പ്രേമം. പരമം തന്നെയാണ് പ്രേമം. പരമമായ പ്രേമത്തിനെ ഭക്തി എന്ന് വിളിക്കുന്നു. ലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും മറ്റൊരു ജീവിയോട്, അതായത് തൻ്റെ ഇണയോട് ആകർഷണമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും, സർവ്വ ജീവജാലങ്ങൾക്കും ഉണ്ട്. പ്രൈമേറ്റ്സിന് എല്ലാത്തിനും ഉണ്ട്. ഇനി അമീബയ്ക്കുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. അമീബയുടെ വർക്കിംഗ് അങ്ങനെയല്ല. അമീബയ്ക്കും പാരാമീസിയത്തിനും അതിൻ്റെ തുണയായിട്ടുള്ള അമീബയോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് അർത്ഥമില്ല. അങ്ങനെയില്ല. പക്ഷേ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും, ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും ഒക്കെ എന്തുണ്ട്? മറ്റൊരു ജീവിയോട് എന്തുണ്ട്? ആകർഷണമുണ്ട്. ആ ആകർഷണം എന്തിനു വേണ്ടിയാ? ചോദ്യം. ആ ആകർഷണം പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ. അതുകൊണ്ട് അതിനെ പൊതുവിൽ നമ്മൾ വിളിച്ചു വരുന്ന പേര് കാമം എന്നാണ്, അല്ലേ? ഒരു നായ കോഴിക്കോട് നായ എന്ന് പറഞ്ഞാൽ ആണും പട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണുമാണ് കേട്ടോ. പക്ഷേ കോഴിക്കോട്ടുകാർ അങ്ങനെയാണേ പറയാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നായയും പട്ടിയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു പറഞ്ഞാൽ തെക്കോട്ടൊക്കെ പോയ ആൾക്കാർ ആൺപട്ടി പെൺപട്ടി എന്ന് പറയാം. ഞങ്ങൾക്ക് കോഴിക്കോട്ടുകാർക്ക് നായക്ക് ജെൻഡർ ഉണ്ട്. നായ ആണും പട്ടി പെണ്ണുമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു നായ ഒരു പട്ടിയുമായി അതികഠിനമായ പ്രണയത്തിലായിരുന്നു എന്ന് ആരെങ്കിലും പറയുമോ? എന്തൊരു പ്രേമാണ് ആ നായയോ പട്ടിയും തമ്മിൽ എന്ന് ആരും പറയില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ പറയും ഉണ്ടെന്ന് ചില ആൾക്കാർ പറയും. എങ്ങനെയാ? ഒരുമിച്ച് ഒരേ കൂട്ടിലിട്ട് വളർത്തിയ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതൊരു അഡ്ജസ്റ്റ്മെന്റാ. അത് ഭക്ഷണം എടുക്കാൻ പോകുമ്പം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് പ്രേമല്ല. പകരം എന്തുണ്ട്? അതിൻ്റെ ഒരു കാമമുണ്ട്. ആ കാമത്തിന് പ്രകൃതി വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. അങ്ങനെയാണല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും. ആനയ്ക്കാണ് മതകാലുണ്ട്. മതപ്പാട് എന്ന് അതിന് പറയാം. മതമാണ്. മതം പൊട്ടി ഒഴുകുകയാണ്, അല്ലെ? മതമാണ് പൊട്ടി ഒലിക്കുന്നത്. ആ മതകാലുണ്ട്. കുതിരയ്ക്കുണ്ട്, ആനയ്ക്കുണ്ട്, നായയ്ക്കുണ്ട്. നായക്കൊക്കെ നമ്മൾ പറയും കന്നിമാസമാണ് അതിൻ്റെ കാലം എന്ന് പറയും. അനുയോജ്യമായിട്ടുള്ള ഒരു കാലം വരുന്ന സമയത്ത് ഈ ജീവജാലങ്ങൾക്കൊക്കെ പ്രകൃതി ഒരു പ്രത്യേക വികാരത്തെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ വികാരത്തെ കൊടുക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നുണ്ട്? അത് അടുത്ത തലമുറയായിട്ട് മാറുന്നു. അപ്പൊ അടുത്ത തലമുറയായിട്ട് മാറാൻ വേണ്ടി മാത്രം പ്രകൃതി മറ്റ് ജീവജാലങ്ങൾക്ക് റേഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? കാമവികാരം. ശരിയാണോ? അല്ലേ? റേഷനാണത്. ഒരു പ്രത്യേക കാലത്ത് റേഷനാണ് കൊടുക്കുന്നത്. പക്ഷെ മനുഷ്യന് മാത്രം അത് സുലഭമായി തന്നിരിക്കുക. മനുഷ്യന് അങ്ങനെ പ്രത്യേക കാലമൊന്നുമില്ല. ഉണ്ടോ? മനുഷ്യൻ അങ്ങനെ അല്ലേ? മനുഷ്യൻ 24x7. ഒരു വർഷത്തിൽ എല്ലാ ദിവസവും മനുഷ്യൻ സജ്ജമാണ്. അങ്ങനെ സജ്ജമായിരിക്കുകയാണ്. പ്രത്യേക ഒരു കാലമൊന്നുമില്ല. പക്ഷെ ആ ജീവജാലങ്ങൾക്കും മനുഷ്യനും പ്രകൃതി ഒരു കാര്യം കോമൺ ആയി കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഇതിൻ്റെ അകത്തുള്ള സുഖാനുഭൂതിയാണ്. ഒരു സുഖാനുഭൂതി ഉണ്ട്. ആ സുഖാനുഭൂതി ഇല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളും ഈ കഷ്ടപ്പെട്ട ഈ ഉദ്യമത്തിന് മുതിരുകയില്ല എന്ന് പ്രകൃതിക്ക് അറിയാം. ഒരു ജീവജാലങ്ങളും മുതിരുകയില്ല. നമ്മൾ ജീവജാലങ്ങളെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഓഷോയുടെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട്. ഞാൻ ഏതൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ പെട്ടകം. അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്ന കഥയാണ്. ബൈബിളിൽ വായിച്ചാൽ കിട്ടൂല. നോഹയുടെ പെട്ടകത്തിൽ രണ്ടാമതും ഒരു ഭൂപ്രളയം ഉണ്ടാവുന്ന സമയത്ത് നോഹയുടെ പെട്ടകം തയ്യാറാക്കാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ജീവികളിൽ നിന്നും ഒന്നിനെ, അതായത് ഒരു ഇണയെ പിടിച്ച് അതിൽ കയറ്റുക. അടുത്ത തലമുറ വേണ്ടേ ഇത് കഴിഞ്ഞാൽ? പക്ഷെ എന്ത് ചെയ്യണം? നോഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പെട്ടകത്തിൽ ഇത്രേ സ്ഥലമുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പോപ്പുലേറ്റ് ചെയ്താൽ, ഇതിൻ്റെ അകത്ത് വംശവർധനം ഉണ്ടായാൽ കപ്പൽ മുങ്ങിപ്പോവും.
അതുകൊണ്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം എന്ത്, ഇവർ തമ്മിൽ വംശവർദ്ധനവ് ഉണ്ടാവുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ജോഡി ഡിനോസർ, ഒരു ജോഡി കാണ്ടാമൃഗം, ഒരു ജോഡി ഇതിനെയൊക്കെ പിടിച്ച് ഇതിൻ്റെ അകത്ത് കയറ്റി. എല്ലാവരും വളരെ കൃത്യമായി നോഹയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ചു. വെള്ളം താഴ്ന്നു. അവസാനം കപ്പലിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങിപ്പോകുന്ന സമയത്ത് പൂച്ചയ്ക്ക് മാത്രം 4 കുട്ടികൾ. പൂച്ചയും അതിൻ്റെ ഭർത്താവ് എന്ന് പറയാൻ അറിയില്ല, അതിൻ്റെ ഇണയും 4 കുട്ടികളും കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ നോഹ കൂടുതൽ ആൾക്കാരെ നോക്കി. ഞാൻ പറഞ്ഞല്ലേ ഇത് ശ്രദ്ധിക്കണമെന്ന്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കിട്ടാത്ത പരിഗണന പൂച്ചയ്ക്ക് എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യമാണ്. അപ്പം ഇവർ പറയാണ്, സത്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചാണ്, ഞാൻ കരുതിയത് അത് അടി കൂടുകയാണെന്നാണ് എന്നാണ്. പൂച്ചയുടെ ഇണയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്താണ്? തല്ലും പിടി കൂടുന്ന പോലെയാണ്. കോഴിയുടെ അങ്ങനെയാണ്. സർവ്വ ജീവജാലങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും. എന്നാൽ പോലും അത് വംശവർദ്ധനവ് നടത്തുന്നുണ്ട്. എന്തുകൊണ്ട്? പ്രകൃതി അതിൻ്റെ അകത്ത് അവർക്കൊരു ബോണസായി ഒരു പ്ലഷർ ഒളിച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യനും അങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സർവ്വസമയത്തും ഇല്ലാതെ ഒരു പ്രത്യേക കാലത്ത് മാത്രം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വംശവർദ്ധനവിനാണ്. പക്ഷെ മനുഷ്യന് മാത്രം നോക്കൂ, അത് എല്ലാ സമയത്തും ഉണ്ട്. പക്ഷേ മനുഷ്യന് 365 ദിവസവും മനുഷ്യന് ഈ കാര്യത്തിൽ ഇടപെടാൻ സാധ്യമല്ല. വംശവർദ്ധനവിന് മാത്രമായിട്ടാണ് എങ്കിൽ സാധ്യമാണോ? സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പ്രകൃതി വളരെ കൃത്യമായി മറ്റെന്തോ ഒരു ഉദ്ദേശം കൂടെ മനുഷ്യനുള്ള ഈ വികാരത്തിന് നൽകിയിട്ടുണ്ട്. ആ വികാരത്തെ മനുഷ്യൻ അബോധപൂർവമായിട്ടെങ്കിലും തിരിച്ചറിഞ്ഞു. ബോധപൂർവം എന്ന് പറഞ്ഞത് ശരിയല്ല. ആ അബോധപൂർവമായി തിരിച്ചറിഞ്ഞപ്പോൾ മനുഷ്യരാശിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റിന്റെ പേരാണ് പ്രേമം അഥവാ പ്രണയം എന്നുള്ളത്. മറ്റൊരു ജീവജാലത്തിനും ഇല്ലാത്തതുപോലെ മനുഷ്യന് വേണമെങ്കിൽ മാംസനിബദ്ധമല്ലാത്തൊരു രാഗം സാധ്യമാണ്. ആശാനൊക്കെ പറഞ്ഞ പോലെ മാംസനിബദ്ധമല്ലാത്തൊരു രാഗം സാധ്യമാണ്. വളരെ എലിവേറ്റഡ് ആയ മനുഷ്യന്മാർക്ക് മാത്രമേ സാധ്യമുള്ളൂ എന്ന് മാത്രം. മാംസനിബദ്ധമല്ലാത്ത, അതായത് രതിയിൽ കലാശിക്കാത്ത ഒരു പ്രണയത്തെ കൊണ്ടുപോകാൻ യു ഷുഡ് നീഡ് എ ക്വാളിറ്റി ഓഫ് മൈൻഡ്. ആത്മാവിന് ഒരു പ്രത്യേക തരത്തിലുള്ള മെച്യൂരിറ്റി വരണം. ആ മെച്യൂരിറ്റി വന്നാൽ പലപ്പോഴും മാംസനിബദ്ധമല്ലാത്ത രാഗം സാധ്യമാകും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളൊക്കെ പല ആളുകളും ആ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. സ്ത്രീകളിലാവട്ടെ പുരുഷന്മാരിലാവട്ടെ, ഒരു പ്രായം കഴിഞ്ഞാൽ, അതായത് ശരീരത്തിൻ്റെ ഈ പറയുന്ന ചോദനകളെല്ലാം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിദിവ്യമായിട്ടുള്ള പ്രണയം ഉടലെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അതിനെ ചിലപ്പം നീഡായിട്ടും അല്ലെങ്കിൽ പരസ്പരം നിൽക്കേണ്ട ഒറ്റപ്പെടലായിട്ടൊക്കെയാണ് പലരും വ്യാഖ്യാനിക്കുകയെങ്കിൽ പോലും ആ അവസാന കാലത്തേക്ക് അടുക്കും തോറും ആ ഇഴയടുപ്പം വളരെ കൂടി വരികയും, എന്നാലും അടി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് വേറെ കഥ കേട്ടോ. 99-ാം വയസ്സിൽ ഡിവോഴ്സ് ആയ ആളൊക്കെ ഉണ്ട്, അത് പോട്ടെ, അവരെ കുറിച്ചല്ല എന്താ പറയുന്നത്. ആത്മാവിന് പ്യൂരിറ്റി വന്ന ആളുകൾ. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ അടുത്തൊക്കെ ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഭാര്യമാരെ കുറിച്ചൊക്കെ പരാതി പറയും, ഇവൾ ഇങ്ങനെ ഭക്തി മാർഗത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താവും? ഇയാൾ ഇങ്ങനെ ഭക്തി മാർഗത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താവും? ചോദ്യം എത്രയോ പേര് ചോദിക്കാറുണ്ട്. പ്രഭാഷണം കഴിഞ്ഞാൽ ആദ്യം വരുന്ന ചോദ്യം രഹസ്യമായിട്ടാണ് ചോദിക്കുക. സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ കാര്യമൊക്കെ നടക്കണം. സത്യത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളിൽ ഭക്തി യഥാർത്ഥ തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള സഹജീവികളോട് ആ പരമപ്രേമരൂപമായ പ്രേമം സംഭവിക്കുക. സത്യത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല റിഫൈൻമെൻ്റ് ആണ് അയാളുടെ ഹൃദയത്തിൽ ഭക്തി നിറയുക എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഹിമാലയൻ ടിബറ്റൻ വജ്രയാന പാരമ്പര്യത്തിലൊക്കെ ഒരു ദീക്ഷിതയായിട്ടുള്ള ഒരാളാണ്. വളരെ വളരെ വലിയ മാസ്റ്ററാണ്, ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള വലിയൊരു മാസ്റ്ററാണ്. ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ശരിയല്ല, ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഇന്നലെ ആ കുട്ടിയോട് ഒരു ആർട്ടിക്കിൾ വന്ന ചില സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വജ്രയാനത്തിലെ ചില സംശയങ്ങൾ. ഞാൻ ബുദ്ധിസ്റ്റ് സംശയങ്ങളൊക്കെ ആ കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ എന്നോട് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ കൺവേഴ്സ് ചെയ്യും. ആ സമയത്ത് എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ആ കുട്ടി എന്നോട് ചോദിച്ചു, രാമാനന്ദ്ജി ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെയിരിക്കുമല്ലോ, ആ ശരി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം പ്രേമം നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ആ ചോദ്യം. എന്ത് ചോദ്യമാണത്? ഞാൻ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് നിറഞ്ഞിരിക്കുന്നുണ്ടെന്നാ. എവിടെ ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം പ്രേമം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്, അവനവനോട് ചോദിക്കേണ്ട ചോദ്യം. എത്ര നമ്മുടെ ഹൃദയം പ്രേമത്താൽ നിർഭരമാണ്? ഇല്ല, നമ്മുടെ അതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം ടെൻഷൻ ആയിരിക്കും, നല്ലൊരു ശതമാനം അസൂയ ഉണ്ടാവും, നല്ലൊരു ശതമാനം കുശുമ്പുണ്ടാവും, നല്ലൊരു ശതമാനം കുഞ്ഞായ്മ ഉണ്ടാവും. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സത്യത്തിൽ നോക്കിയാൽ ചിലപ്പോൾ ശുഷ്കമായിരിക്കും. അങ്ങനെ ഒരു സാധനമേ ഉണ്ടാവില്ല ഹൃദയത്തിൻ്റെ അകത്ത്. പ്രേമം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഹൃദയത്തിൽ ഉണ്ടാവുകയേയില്ല. അപ്പോഴാണ് നമ്മൾ ഭക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം? അതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല, ആ കുട്ടി എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്നറിയില്ല. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു നാരദ മഹർഷി എന്നെ ആ കുട്ടിയിലൂടെ എന്നോട് ഇന്നലെ സംസാരിച്ചായിരിക്കും എന്ന് തോന്നുന്നു. ആ കുട്ടി അപ്പോൾ ഇന്നലെ പറയാൻ എന്നോട്, ഹൃദയത്തിൽ പ്രണയം നിറഞ്ഞിരുന്നാൽ മാത്രമേ കാളിയെ നിങ്ങൾക്ക് ഹൃദയത്തിൽ കാണാൻ പറ്റുള്ളൂ. അവരുടെ മറുപടിയാണ്, ഹൃദയത്തിൽ പ്രേമം നിറഞ്ഞിരുന്നാൽ മാത്രമേ, പ്രേമം കൊണ്ട് ആർദ്രമായ ഒരു ഹൃദയത്തിൽ മാത്രമേ കാളിയെ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റൂ. ആ റിഫ്ലക്ഷൻ അവിടെ വീണെങ്കിൽ ഹൃദയത്തിൽ പ്രേമനിർഭരമായിരിക്കണം നിങ്ങളുടെ ഹൃദയം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് രാമകൃഷ്ണദേവനെ നോക്കുന്ന സമയത്ത് നമുക്ക് അവാച്യമായ ആനന്ദം ഉണ്ടാവുന്നത്, മാതൃത്വം തുളുമ്പുന്നത്. ആ കാലിലൊന്ന് പോയി കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നുന്നത്. ഫോട്ടോ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ആളെ നേരിട്ട് കണ്ടിട്ടില്ല. പ്രേമസ്വരൂപിയാണ് ഭഗവാൻ എന്ന് തോന്നുന്നത്. അമൃതാനന്ദമയി അമ്മ പറയുമ്പോൾ പറയാം, ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിരിക്കുന്ന എൻ്റെ മക്കളെ എന്നാണ് അമ്മ വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹൃദയത്തിൽ പ്രേമാണ്, വിശ്വപ്രേമം. ആ വിശ്വപ്രേമം നിറഞ്ഞിരുന്നാൽ മാത്രമേ അത് ഭക്തിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആ പ്രേമത്തിനും ഭക്തിക്കും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നാരദ ഭക്തിസൂത്രം ഉണ്ടാവുന്നത് തന്നെ. നാരദ മഹർഷി നമുക്കൊക്കെ അറിയുന്നത് നല്ല നിലയ്ക്കല്ല. കാരണം ഈ സീരിയലുകളും സിനിമകളൊക്കെ നാരദനെ മോശമാക്കി കാണിച്ചിട്ട് നാരദൻ എന്നൊക്കെ ആൾക്കാർ നമ്മൾ ആളുകൾക്ക് ടൈറ്റിൽ ഇടുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നമ്മൾ നാരദൻ എന്നാണ് പറയുക, അല്ലേ? അപ്പൊ നാരദൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നോക്കി നോക്കൂ. നാരദൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കംസന്റെ അടുത്ത് പോയിട്ട് മക്കളെ കൊല്ലാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കൃഷ്ണൻ വന്നത്. ഹിരണ്യകശിപുവിന്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നരസിംഹം വന്നത്. അങ്ങനെ എവിടെയൊക്കെ നാരദൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നാരദൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ നാരദന്റെ പണി എടുത്തിട്ടില്ല. നാരദൻ എടുത്ത എല്ലാ പണിയും ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. സദാ സ്ഥലത്തും എവിടെ വേണമെങ്കിലും ആക്സസ് ഉള്ള ഒരേ ഒരു ആള് ദേവർഷി നാരദർ ആണ്, അല്ലേ? ആ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഭയങ്കരമായിട്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന രാക്ഷസന്മാർ, ഹിരണ്യകശിപൊക്കെ എന്ന് ചിരിക്കുമ്പോഴേക്കും നാരായണ നാരായണ, ആരിത്? ദേവർഷി നാരദരോ? വന്നാലും ഇരുന്നാലും എന്നൊക്കെ പറയും, അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും നാരായണ എന്ന് കേട്ടാൽ ദേഷ്യം പിടിക്കുന്ന ആളാണ് ആര്? ഹിരണ്യകശിപു. പക്ഷെ നാരദൻ വരുന്ന സമയത്ത് മാത്രം ആക്സെപ്റ്റഡ്. ബലിയുടെ കൊട്ടാരത്തിലാവട്ടെ, ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിലാവട്ടെ, ഹിരണ്യാക്ഷന്റെ കൊട്ടാരത്തിലാവട്ടെ, നാരദൻ ആക്സസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു അസുരന്മാരുടെ കൊട്ടാരം പോലും നമ്മൾ കഥകളിലൊന്നും കണ്ടിട്ടില്ല. എന്താ കാരണം? ഭക്തി നോൺ ഡുവലാണ്. ഭക്തിക്ക് എന്തില്ല? ശരി തെറ്റുകളില്ല, ഹൃദയം കൊണ്ടുള്ള സംവേദനാണ്. അയാൾ എന്ത് ചെയ്താലും പറഞ്ഞാലും അയാളെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ്? എല്ലാ സ്ഥലത്തും നമ്മൾ ആക്സെപ്റ്റഡ് ആണ്. യഥാർത്ഥ ഭക്തി കേട്ടോ, യഥാർത്ഥ ഭക്തി ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ എല്ലാ സ്ഥലത്തും അവഗണനകൾക്ക് അതീതമായി നമുക്കൊരു സ്ഥാനമുണ്ടാവും, അതിലൊരു സംശയവുമില്ല. ആ നാരദൻ ബദരികാശ്രമത്തിലുള്ള വ്യാസന്റെ ബദരികാശ്രമത്തിലേക്ക് കടന്നു വരാൻ, നിങ്ങളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടോ അവിടെ? ബദരിനാഥില് വ്യാസഭഗവാൻ ഒരു ഗുഹയിൽ ഇരുന്നിട്ട് രാമായണം എഴുതിയൊരു സ്ഥലമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഗംഭീര സ്ഥലമാണ്, പോകണം. അവിടെ അടുത്താണ് സരസ്വതി ഒഴുകൊക്കെ ചെയ്യുന്നത്. ബദരി മേലെ മാനാലിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് വ്യാസനോട് ചോദിക്കുകയാണ്, അങ്ങ് ധാരാളം കാര്യങ്ങൾ എഴുതിയല്ലോ, അല്ലേ? വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയാം.
വ്യാസൻ എഴുതാത്തായിട്ടൊന്നുമില്ല. സർവവും വ്യാസം എഴുതിയതാണ് അല്ലേ? പുരാണങ്ങൾ വ്യാസൻ എഴുതിയതാണ്. ഈ പറയുന്ന ഇതിഹാസമായിട്ടുള്ള മഹാഭാരതം വ്യാസൻ എഴുതിയതാണ്. വേദത്തെ 4 പകുത്തത് വ്യാസനാണ്. സർവ്വതും എഴുതി, എല്ലാ കാര്യങ്ങളും എഴുതി. എന്തിന്? ബ്രഹ്മജിജ്ഞാസയെക്കുറിച്ച്. അതതോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ജിജ്ഞാസ തീർക്കാൻ വേണ്ടി ബ്രഹ്മസൂത്രം പോലും ബാദരായണൻ നിർവഹിച്ചു. കർമ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ തീർക്കാൻ വേണ്ടി ജൈമിനി കർമ്മജിജ്ഞാസ എന്ത് എഴുതി? പൂർവ്വമീമാംസ എഴുതി. അപ്പൊ പൂർവ്വമീമാംസയായി, ഉത്തരമീമാംസയായി. ഇനി എന്താണ് ജിജ്ഞാസ ബാക്കിയുള്ളത്? അതതോ ഭക്തി ജിജ്ഞാസ, ഭക്തിയോടുള്ള ജിജ്ഞാസ ബാക്കി നിൽക്കുന്നു അല്ലേ? ഇനി അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ഭക്തി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം മുറ്റി നിൽക്കുന്നു നാരദരെ അത് പറഞ്ഞാലും. ആ സമയത്ത് നാരദൻ പറയാണ്, അങ്ങ് ഇതൊക്കെ എഴുതി, മഹാഭാരതം എഴുതി. മഹാഭാരതം എഴുതിയ സമയത്ത് എന്താ മഹാഭാരതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ഒരു മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി രചിച്ചിരിക്കുന്ന കൃതിയുടെ പേരാണ് മഹാഭാരതം. അതിലേറ്റവും കൂടുതൽ നിൽക്കുന്ന എന്താണ്? ധർമ്മം എന്നുള്ള വിഷയമാണ്. മഹാഭാരത യുദ്ധത്തിലെ ധർമ്മം, ഓരോ സന്ദർഭത്തിലും ധർമ്മം എന്താണ്, ധർമ്മം എന്താണ്, ധർമ്മം എന്താണ്, ധർമ്മം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കൃതിയാണ് മഹാഭാരതം. നമ്മൾ മഹാഭാരതം ക്ലാസ് എടുത്തിട്ടുണ്ട്, ആ സമയത്ത് കേട്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ധർമ്മമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ടും ശാന്തിപർവ്വത്തിൽ പറയുന്നത് ധർമ്മസ്യ മാർഗം നിഹിതം ഗുഹായം, ധർമ്മത്തിന്റെ മാർഗം ആർക്കും പിടിയിട്ടുന്നല്ല, ധർമ്മത്തിന്റെ മാർഗം മഹത്തുക്കൾക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. ആ ധർമ്മത്തെക്കുറിച്ച് ഇത്രയൊക്കെ എഴുതിയിട്ട് ഒരു പ്രശ്നം പറ്റിപ്പോയി. അതിൻ്റെ അകത്ത് ഇതിലൊക്കെ ഒരു പ്രശ്നം പറ്റിപ്പോയി. എന്താ പ്രശ്നം? ആ പ്രശ്നം മറ്റൊന്നുമല്ല, ഇതിന് രസം കുറഞ്ഞു പോകുന്നു. ഇതിൻ്റെ അകത്ത് ഒരു രസത്തിന്റെ കുറവുണ്ട്. എന്ത് രസത്തിന്റെ? ഇതിൻ്റെ അകത്ത് ഇതൊരു ആർദ്രത ഇല്ല, ഇതൊരു വരണ്ട ധർമ്മചിന്തയാണ്. ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മഹാഭാരതത്തിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ നിങ്ങൾ ആരെങ്കിലും ആ സിവിൽ ഡിസ്പ്യൂട്ട് വായിക്കാൻ പോവോ? അല്ലേ? ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ട് ആണല്ലോ. അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒരു വക്കീൽ പറഞ്ഞ കാര്യം, മഹാഭാരതം ഒരു സിവിൽ ഡിസ്പ്യൂട്ടും രാമായണം ഒരു ക്രിമിനൽ ഡിസ്പ്യൂട്ടുമാണ്. രാമായണം ഒരു അബ്ഡക്ഷൻ ആണ് കേസ്. മഹാഭാരതം എന്താണ് കേസ്? മഹാഭാരതം ഒരു കുടുംബത്തിലുള്ള സ്വത്ത് തർക്കം, അത്രയല്ലേ ഉള്ളൂ. ഈ ദുര്യോധനാദികളും പാണ്ഡവാദികളും തമ്മിലുള്ള സ്വത്ത് തർക്കത്തിൽ നമ്മൾ പാണ്ഡവാദികളുടെ പക്ഷം പിടിക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ. എന്താ കാരണം? കൃഷ്ണൻ. കൃഷ്ണ അപ്പുറത്തായി പോയി. കൃഷ്ണൻ എവിടെയാണോ അവിടേക്ക് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? കൃഷ്ണൻ മാത്രമാണ് കാരണം. അപ്പൊ കൃഷ്ണനെ അവിടുന്ന് എടുത്ത് മാറ്റിയാൽ മഹാഭാരതം എന്താണ്? ഒരു കൃതിയേ അല്ല, നമുക്ക് വായിക്കാൻ തന്നെ തോന്നുന്ന ഒരു കൃതിയല്ല. രാമൻ എടുത്ത് മാറ്റിയാൽ രാമായണം എത്രത്തോളം ബോറിംഗ് ആവുമോ അതുപോലെ മഹാഭാരതവും ബോറിംഗ് ആവും. അപ്പോൾ അതിനകത്ത് രസത്തിന്റെ കുറവുണ്ട്. ആ രസം എന്താണ് എന്ന ചോദ്യത്തിന് നാരദൻ പറയാണ്, കൃഷ്ണലീലകളെ കുറിച്ച് പറയാൻ. കൃഷ്ണലീലകൾ ധാരാളം പറയാൻ. അപ്പൊ മാത്രമേ ഭക്തൻ എന്തു തോന്നുള്ളൂ? അത് കേൾക്കാൻ തോന്നുള്ളൂ. എന്ന് വെച്ചാൽ ഭാഗവതം ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ അതാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ പലപ്പോഴും ആളുകൾ ഭാഗവതത്തിലൂടെയുള്ള കൃഷ്ണനെ അറിയാം. ഭാഗവതം വായിച്ച് ഭാഗവത സപ്താഹമൊക്കെ പോയ ആളുകൾ മഹാഭാരതം ക്ലാസ്സിന് വന്നാൽ ചോദിക്കും, ഈ കഥയൊന്നും മഹാഭാരതത്തിൽ ഇല്ലേ എന്ന് ചോദിക്കും. സത്യത്തിൽ ആ കഥയൊന്നും മഹാഭാരതത്തിലില്ല. മഹാഭാരതത്തിലെ കൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനെ പോലെ അങ്ങനെ വന്നു പോകുന്നുള്ളൂ. ഈ പറയുന്ന പോലെ ബകാസുര വധോ പൂതനാ മോക്ഷോ അല്ലെങ്കിൽ ശകടാസുര വധോ ഒന്നും എന്തിൽ കാണുന്നില്ല? മഹാഭാരതത്തിൽ ഈ നിലയ്ക്ക് കാണുന്നില്ല. മറിച്ച് അത് എവിടെയുള്ളത്? ഭാഗവതത്തിലാണ്. ഭാഗവതത്തിൽ എന്തായിട്ടുള്ളത്? ഭാഗവതത്തിലുള്ള കൃഷ്ണലീലകളായിട്ടാണ്. ഈ കൃഷ്ണലീലകൾ ഓരോന്നും വായിക്കുന്ന സമയത്ത് ഭക്തന്റെ ഉള്ളിൽ, വായിക്കുന്ന ആളുടെ ഉള്ളിൽ, ഭക്തൻ പോട്ടെ, വായനക്കാരന്റെ ഉള്ളിൽ ഒരു തിരയിളക്കം ഉണ്ടാവുന്നുണ്ട്, ഹൃദയത്തിൽ ഒരു സുഖം ഉണ്ടാവുന്നുണ്ട്. യശോദാമാതാവ് കണ്ണനെ പിടിച്ച് ദാമോദരനാക്കി, ദാമത്തിൽ അല്ലെ കയറുകൊണ്ട് ഉദരം ബന്ധിച്ചിരിക്കുക, ദാമോദരനാക്കിയ സമയത്ത് ആ ഉരലും കൊണ്ട് ഉരുണ്ടുപോയപ്പോൾ 2 മരങ്ങളുടെ ഇടയിൽ കൂടെ പോയി ആ മരങ്ങൾ വീണ് അത് 2 അസുരന്മാരായി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അസുരന്മാരായി മുക്തി കിട്ടി എന്ന് കാണുമ്പം നമുക്ക് ഉള്ളിൽ, അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്ഭുതമല്ല, മറിച്ച് എന്തോ ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്. അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. എന്ത്? അമ്മ കുട്ടിയെ പിടിച്ചിട്ട് ചോദിക്കുക, നീ എന്താടാ വാരി തിന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാ, ഞാൻ മണ്ണ് തിന്ന അമ്മേ
എന്ന്. നമ്മളെ മക്കളാണെങ്കിലോ 2 അങ്ങ് പൊട്ടിച്ചു കൊടുക്കൂലേ മണ്ണ് നിന്ന് കഴിഞ്ഞാൽ? അത്ര തന്നെ യശോദാമാധവൻ ചെയ്തിട്ടുള്ളൂ. 2 പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മണ്ണ് നിന്നോ വായ ഉറക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയോ കണ്ണൻ എന്തിനാ തല്ലുന്നത്? നമ്മളെ കുട്ടി തിന്നാലോ? നമ്മളെ കുട്ടി തിന്നാൽ എന്താണോ ചെയ്യുക അത് തന്നെയാണ് യശോദാമാധവൻ ചെയ്തത്. അടി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് വായ തുറന്നപ്പോൾ വായക്കകത്ത് സമസ്ത ബ്രഹ്മാണ്ടവും കാണുകയാണ്. ആ ബ്രഹ്മാണ്ടം കാണുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ വിസ്മയമല്ല ഉണ്ടാവുന്നത്, നമ്മുടെ ഹൃദയത്തിലൊരു തിരയിളക്കം. രാധയുടെ കൂടെ കണ്ണനെ കാണുമ്പോൾ ഹൃദയത്തിലൊരു തിരയിളക്കം. കണ്ണൻ രാസലീല ആടുന്ന സമയത്ത് ഹൃദയത്തിലൊരു തിരയിളക്കം. കാളിയമർദ്ദനം ചെയ്യുന്ന സമയത്ത് ഇത്രയും ചെറിയ കുഞ്ഞൊരു പാമ്പിന്റെ മേലെ കയറി ചാടി കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് തോന്നുന്നതിന് പകരം ഹൃദയത്തിലൊരു തിരയിളക്കം. എന്തുകൊണ്ട് ഈ തിരയിളക്കം ഉണ്ടാവുന്നു? ചോദ്യം. ആ തിരയിളക്കം ഉണ്ടാവുന്നത് എന്താണ് എന്ന് വ്യക്താക്കുകയാണ് ഭക്തിസൂത്രത്തിലൂടെ നാരദൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ തിരയിളക്കം ഉണ്ടാവുന്നത്? എന്ത് ആൽക്കമിയാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്? എന്ത് രാസമാറ്റമാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നും കൂടെ പോകേണ്ടത്. സർവ്വജീവജാലങ്ങൾക്കും കാമം എന്ന വികാരമുണ്ട്. മനുഷ്യന് പ്രത്യേകമായി കാമത്തെ രൂപമാറ്റം വരുത്തി അതിനെ പ്രേമമാക്കി മാറ്റാൻ സാധിക്കുന്നു. ആ പ്രേമമാക്കി മാറ്റാൻ തന്നെ എന്ത് വേണം? ഒരു ക്വാളിറ്റി ഓഫ് മൈൻഡ് ആവശ്യമാണ്. ഗുണപരമായ ഒരു മാറ്റം മനസ്സിനും ആത്മാവിനും ഉണ്ടെങ്കിൽ മാത്രമേ കാമത്തെ പരിവർത്തനപ്പെടുത്താൻ സാധ്യമാവുള്ളൂ. വലിയ ചോദ്യമാണത്. ലോകത്തെല്ലാവർക്കും പ്രേമുണ്ട് പ്രേമുണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആറ്റിക്കുറുക്കി നോക്കിയാൽ എത്ര പേർക്ക് പ്രേമുണ്ട്? 99.9% ആളുകൾക്കും കാമം മാത്രമേ ഉള്ളൂ. പ്രേമുണ്ടെന്ന് വെറുതെ ഒരു നിലയ്ക്ക് പറയാണ്. പക്ഷെ പ്രേമുള്ള ആളുകളുണ്ട്. അതാരാ? അതത്രയും ഉയർന്ന തലത്തിലേക്ക് മനുഷ്യൻ പശുത്വത്തിൽ നിന്ന് വീരനായി മാറിയ മനുഷ്യന് മാത്രമേ പ്രേമമുള്ളൂ. അവൻ പ്രേമത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. അവൻ പ്രേമത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കാൻ തയ്യാറാണ്. അവൻ ലൈല മജ്നുവിനെ പോലെ, നമ്മളൊക്കെ കഥയിലൊക്കെ പറയുന്ന പോലെ ആവർത്തിച്ച് 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 പുകഴ്ത്തി പാടുന്ന പ്രേമബിംബങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ത്യാഗമാണ് ആ പ്രേമത്തെ എന്ത് ചെയ്തത്? ഗ്ലോ ചെയ്ത് നിർത്തുന്നത്. ത്യാഗം ചെറിയ കാര്യമല്ല. സ്വന്തം ജീവിതം ത്യജിക്കാൻ തയ്യാറാവുക. എന്തിനു വേണ്ടി? പ്രേമത്തിന് വേണ്ടി. അപ്പൊ മാത്രമേ കാമം പ്രേമമായിട്ട് പരിവർത്തനപ്പെടുന്നു. ത്യാഗം എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ വരുമ്പോൾ മാത്രമേ കാമം പ്രേമമായി മാറുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രേമം ഒന്നുകൂടെ രാഗി മിനുക്കിയാൽ എന്താ നമുക്ക് കിട്ടുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഭക്തി എന്നാണ്. കാമം തന്നെയാണ് പ്രേമമായി മാറുന്നത്, പ്രേമം തന്നെയാണ് ഭക്തിയായി മാറുന്നത്. അതുകൊണ്ട് ഇതൊരു രാസമാറ്റാണ്. രാസലീല എന്നാണല്ലോ ഭഗവാന്റെ ആ ആട്ടത്തിന് പറയുന്നത്. അതിനെ രസം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന രാസമായാലും അല്ലാത്ത നിലയ്ക്ക് ചിന്തിച്ചാലും ഒരു രാസപരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. അകത്ത് വെച്ചൊരു ഒലകാച്ചലാണ് ഭക്തി. അകത്തൊരു ഒലയുണ്ട്. ആ ഒലയിൽ ഇങ്ങനെ ഇത് ഊതിക്കാച്ചുന്ന പരിപാടിക്കാണ് ഭക്തി എന്ന് പറയുക. അതുകൊണ്ട് ഭക്തിക്ക് മറ്റൊന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. നിരാശ്രയമാണ് ഭക്തി. ജ്ഞാനത്തിൻ്റെ ആവശ്യം ഭക്തിക്കില്ല. മറ്റൊരു കാര്യത്തിൻ്റെ ആവശ്യവും ഭക്തിക്കില്ല. ഭക്തിയെ സംബന്ധിച്ച് അതെന്താണ്? അത് സ്വന്തം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ഹൃദയത്തിൻ്റെ സംവേദനമാണ്. ആ ഹൃദയത്തിന് ആ സംവേദനക്ഷമത ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഏതൊരു വാക്കും എന്താണ് എന്ന് ചോദിച്ചാൽ അത് മന്ത്രമാണ് എന്നാണ് ഉത്തരം. ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി ഹൃദയത്തിൽ ഭക്തിയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അയാൾ ഉച്ചരിക്കുന്ന ഏതൊരു വാക്കും എന്താണ്? അത് മന്ത്രമാണ്, അത് സത്യമാണ്. പത്മനാഭോ മരപ്രഭോ എന്ന് പൂന്താനം പറഞ്ഞ സമയത്ത് മേൽപ്പത്തൂർ പറഞ്ഞ അങ്ങനെയല്ല ആ എഫ് എന്നിടുമല്ലോ ഇംഗ്ലീഷില്, അല്ല സംസ്കൃതത്തിൽ. അത് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് അമരപ്രഭു എന്നാണ് വായിക്കേണ്ടത്. ഉടനെ അശരീരി ഉണ്ടായിട്ട് എന്ത് പറഞ്ഞു? ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ്. ഭഗവാൻ സത്യത്തിൽ വേണ്ടാത്തൊരു പണിയെടുത്താണ് ഇല്ലേ? നാട്ടുകാർ മുഴുവൻ മരപ്രഭു എന്ന് വിളിക്കൂലേ ഭഗവാനെ? അമരപ്രഭു എന്ന് വിളിച്ചുകൊണ്ടിരുന്നേ സത്യത്തിൽ ഭഗവാന്റെ സ്റ്റേച്ചറിൽ നോക്കുമ്പോൾ ഒരു വേണ്ട അവിടെ പോലും ഇടപെടുക. ഭക്തൻ താഴെ പോകരുത് എന്നുള്ള
അതുകൊണ്ട് ഭക്തനാണ് ഏറ്റവും ഉയരത്തിൽ ഭഗവാനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഭക്തൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഭഗവാനേക്കാളും മേലുള്ള ഒരു പൊസിഷനാണ്. കാരണം ഭഗവാന്റെ അടിമയാണോ ഭക്തൻ എന്ന ചോദ്യത്തിന് തിരിച്ചാണ് ഉത്തരം. കാളിദാസൻ എന്ന് നമ്മൾ പറയാം. കാളിയുടെ ദാസനാണ് എന്നാണ് കാളിദാസൻ എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ നിങ്ങളൊന്ന് ആഴത്തിൽ ആലോചിച്ച് നോക്കൂ, കാളിദാസ്യം നിൽക്കുകയല്ലേ ചെയ്തത്? അല്ലേ? കാളിദാസ്യം നിൽക്കുകയല്ലേ ചെയ്തത്? ആ ജീവിതത്തിൽ ഉടനീളം മുമ്പിൽ പന്തമായിട്ട് നടന്ന ആരാ? കാളിയ. അതൊരൊറ്റ കാരണം കൊണ്ട് മാത്രമേ, ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധ്യമാവൂ. അതെന്താണ്? ലളിതാസരണം എന്ന് പറയുന്നത് ഭാവനാഗമ്യ, ഭാവന കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നവൾ. ആ ഭാവന എങ്ങനെ ഉണ്ടാവുന്നേ? ആ ഭാവന ഭക്തി കൊണ്ടാണ്. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവന സാധ്യമാവുന്നുള്ളൂ. ആ ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ അമ്മ നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഉപാധിരഹിതമായ ഒരു ഉടമ്പടിയാണ്. അൺകണ്ടീഷണൽ കോൺട്രാക്ട്, ഉപാധിരഹിതമായ ഉടമ്പടിയാണ്. ആ ഉപാധിരഹിതമായ ഉടമ്പടിയെക്കുറിച്ച് ലോകത്ത് പല സ്ഥലത്തും ഇതുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അനൽ ഹക്ക് എന്ന് പറഞ്ഞ മൻസൂർ അൽഹജിന്റെ തല വെട്ടിക്കളഞ്ഞു, ഞാൻ സത്യമാണെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞുകൊണ്ട്. വെട്ടിക്കളഞ്ഞ തല അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. റാബിയ അൽ അദവിയ സൂഫി പാരമ്പര്യത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ഈശ്വര, അല്ലാന്നാ വിളിക്കുക. അല്ലാ, എനിക്ക് നാഥ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം, പ്രേമം സ്വർഗം കിട്ടാനാണെങ്കിൽ എനിക്ക് നരകം തരും. എനിക്ക് നിന്നോടുള്ള പ്രേമം നരകം പേടിച്ചിട്ടാണെങ്കിൽ അപ്പോൾ എനിക്ക് എന്ത് തരും? നരകം തരും. ഞാൻ നിന്നോട് ഉപാധിരഹിതമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരാവശ്യമില്ല. അതുകൊണ്ട് ഭക്തൻ മോക്ഷം പോലും ആഗ്രഹിക്കില്ല എന്ന ഉത്തരം. ഭക്തൻ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. ഭഗവാനോടുള്ള ഭക്തി എന്തിനു വേണ്ടിയാണെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അയാളുടെ നെറ്റി ചുളിയുന്നു. എന്തിനു വേണ്ടിയാ? എനിക്ക് മറ്റൊരാളുടെ പ്രേമം എന്തിനു വേണ്ടിയാ? എന്തിനോ വേണ്ടിയാവുന്ന സമയത്ത് അത് പ്രേമല്ലാതെ ആവുന്നു, അത് ഭക്തിയല്ലേ ആവാതെ ആവുന്നു. ഒന്നിനും വേണ്ടിയല്ല, ഒന്നിനും വേണ്ടിയല്ല എന്ന് പറയുന്ന നിമിഷത്തിലാണ് ആ ഭക്തി സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഭക്തി എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നാരദൻ 84 സൂത്രങ്ങളിലൂടെ വ്യക്താക്കുകയാണ്. അതുകൊണ്ട് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് നാരദ ഭക്തിസൂത്രം. രാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, ഈശ്വരനുമായിട്ടുള്ള ഉടമ്പടി വെക്കാൻ ഏറ്റവും നല്ലത് എന്ത് എന്ന് ചോദ്യത്തിന് നാരദ ഭക്തിസൂത്രം എന്നാണ് പറയുന്നത്. ഓഷോട് ചോദിക്കുന്നുണ്ട്, നാരദ ഭക്തിസൂത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓഷോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ പുസ്തകമായിട്ട് ബുക്സ് ഐ ഹാവ് ലവ്ഡ് എന്ന ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പുസ്തകം നാരദ ഭക്തിസൂത്രമാണ്. അതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ബാദരായണന്റെ അടുത്തേക്ക് നാരദൻ വരുന്ന സമയത്ത് ബാദരായണൻ നെറ്റി ഒടിക്കുന്നുണ്ട്. കാരണം ബാദരായണൻ ബ്രഹ്മജിജ്ഞാസയെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഒരു ഏകറയും വീട്ടിക്കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് വരുന്നത്. ഏറ്റവും ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഋഷി ഭാരത പാരമ്പര്യത്തിൽ ആരെന്ന് വെച്ചാൽ നാരദനാ, പിന്നെ ഭരതനാ. നൃത്തവും ആട്ടവും പാട്ടുമായിട്ട് ഭരതനെയാണ് കാണുന്നത്, പിന്നെ കാണുന്നത് നാരദനെയാണ്. നാരദൻ എപ്പോഴെങ്കിലും വിഷമിച്ചിരുന്ന് ഡിപ്രഷൻ ആയിട്ടുള്ള നാരദനെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല. ദേവാസുര യുദ്ധം നടക്കുമ്പോൾ പോലും പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നാരായണ നാരായണ എന്നാണ്. ഈവൻ നമ്മളെ സീരിയലിലും സിനിമയിലും ഒക്കെ മോശമായിട്ട് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സന്തോഷമില്ലാത്ത നാരദനെ കണ്ടിട്ടേ ഇല്ല. എന്താ സന്തോഷം ഉണ്ടാവുന്നത്? സന്തോഷം ഉണ്ടാവുന്നത് ഭക്തി കൊണ്ട് മാത്രമാണ്. ആ ഭക്തി കൊണ്ട് നാരദൻ കടന്നു വരുന്ന സമയത്ത് ബാദരായണൻ, ഓഷോ പറയുന്നതാണ്, ബാദരായണൻ നെറ്റി വിളിക്കുന്നുണ്ട്, ഇയാൾ എന്ത് ഈ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓഷോ പറയാം, അവർ തമ്മിലുള്ള ആ ഇൻട്രാക്ഷൻ ആണ് എനിക്ക് ഇഷ്ടമായത്. അത് ഓഷോ ഊഹിക്കുന്ന ഇൻട്രാക്ഷൻ ആണ്. പക്ഷെ പറയാണ്, ജ്ഞാനവും ഭക്തിയും തമ്മിലുള്ള ഒരു ഒരസൽ, ജ്ഞാനം എപ്പോഴും ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം ജ്ഞാനം ബുദ്ധിയുടെ കളിയാണ്, ഭക്തി ഹൃദയത്തിന്റെ കളിയാണ്. ഇനിയുള്ള കാലത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയട്ടെ, പുതിയ കാലമായിട്ട് ബന്ധിപ്പിച്ച് പറയാം. എൻ്റെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് എന്ന് പറയും, അദ്ദേഹം നമ്മുടെ അഭിനവ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ലണ്ടനിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. നീൽ ഡ്യൂറന്റ് എന്നാണ് അയാളുടെ പേര്. വളരെ ആകസ്മികമായി പരിചയപ്പെട്ടാണ്. എന്ത് കാര്യത്തിനാണ് അദ്ദേഹം രഞ്ജിത്തേട്ടനെ വന്ന് പരിചയപ്പെട്ടെന്ന് അറിയില്ല. പരിചയപ്പെട്ട സമയത്ത് അഭിനവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ചോദിച്ചു, രഞ്ജിത്തേട്ടൻ ചോദിച്ചാൽ എന്താ? ഞാൻ അഭിനവ് ഗുപ്തൻ്റെ തന്ത്രാലോകം മുഴുവൻ
ഒരു AI ഇതിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഒരു AI സംവിധാനത്തിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ChatGPT ഒക്കെ പോലത്തെ. എന്താന്ന് പറഞ്ഞിട്ടില്ല, അയാൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. തന്ത്രാലോകത്തിൽ എന്ത് ചോദ്യം ചോദിച്ചാലും ഈ AI മറുപടി പറയും. ഈ ചാപ്റ്ററും ആ ചാപ്റ്ററും തമ്മിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു പേപ്പർ എഴുതി തരും എന്ന് പറഞ്ഞാൽ ആരെഴുതി തരും? ഈ AI എഴുതി തരും. നമ്മളൊക്കെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1 മണിക്കൂർ സംസാരിച്ച പ്രഭാഷണം എനിക്ക് ഒരു 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 ടോക്കാക്കാൻ എനിക്ക് ആകെ 30 സെക്കൻഡ് മതി. ഇതൊരു ബുക്കാക്കാൻ എനിക്ക് ആകെ 1 മിനിറ്റ് സമയം മതി. അങ്ങനെ ജ്ഞാനം എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ തലേന്ന് കൈവിട്ടു പോയി. നോട്ട്ബുക്ക് LLM, അതാണ് അതിന്റെ പേര്. നിങ്ങൾ ഉപയോഗിച്ചല്ല, നിങ്ങൾക്ക് അറിയാം, ഉപയോഗിക്കുന്നവരുണ്ടാവും. ഞാൻ ഈ ഇടയ്ക്ക് ശുദ്ധഭക്തിയുടെ ഒരു പ്രഭാഷണം നടത്തിയിട്ട് അതൊന്ന് അതിലിട്ട് നോക്കിയ വെറും 30 സെക്കൻഡ് കൊണ്ട് അതെനിക്ക് 2 പേര് ഞാൻ സംസാരിച്ച വിഷയം ഇംഗ്ലീഷിൽ, ഞാൻ മലയാളത്തിൽ സംസാരിച്ചാണ്, 30 സെക്കൻഡ് കൊണ്ട് എൻ്റെ 1 മണിക്കൂർ പ്രഭാഷണം അത് 2 പേര് സംസാരിക്കുന്നത് പോലെയാക്കി എനിക്ക് തന്നെ കേൾപ്പിച്ചില്ല. ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയൊക്കെ നന്നായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോയി. അത്ര ഓർഗനൈസ്ഡ് ആയിട്ട്. ഇനിയുള്ള കാലത്ത് ജ്ഞാനത്തിന് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ലോകത്ത് എന്ത് വിഷയവും ഇപ്പം ChatGPT പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രോക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീപ് സീക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. AI ഭരിക്കാൻ പോകുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കാല് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ജെമിനി കാശ്മീർ ശൈവത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് മനുഷ്യനെ മനുഷ്യനായി ബാക്കി നിർത്തുന്നത്? അത് മനുഷ്യന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള വികാരങ്ങളാണ്. അതിൽ ഉദാത്തങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള വികാരത്തിന്റെ പേര് പ്രേമം, ഭക്തി എന്നൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വമായി ഇനിയുള്ള തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി മനുഷ്യന്മാർ മുറുകെ പിടിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളുടെ പേര് പ്രേമം, ഭക്തി, അനുകമ്പ, കരുണ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഭാരതത്തിന് വളരെ ഗംഭീരമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നാരദ ഭക്തി സൂത്രം പഠിക്കാൻ വേണ്ടി AI ചോദിച്ചാൽ മതി, AI പറഞ്ഞുതരും. പക്ഷെ നാരദ ഭക്തി സൂത്രം അനുഭവിക്കാൻ നമ്മുടെ ഹൃദയം വിശാലാക്കേണ്ടതുണ്ട്. ഞാൻ ആ മള്ളിയൂർ പ്രഭാഷണത്തിന് അവസാനം പറഞ്ഞ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഒരു സംവാദമുണ്ട്. ആ സംവാദം മുരുകനും ഔവയ്യാറും തമ്മിലുള്ള സംവാദമാണ്. മുരുകനും ഔവയും തമ്മിലുള്ള സംവാദമാണ്. ഔവയെ നിങ്ങൾക്കറിയാം, സിദ്ധപാരമ്പര്യത്തിലും ഇതിലൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പാരമ്പര്യം. ഔവയോട് മുരുകൻ ചോദിക്കുകയാണ്, ഔവയെ അറിയാമല്ലോ ജ്ഞാനപ്പഴം. എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുള്ള ചോദ്യമാണ്, ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം എന്താ? അപ്പൊ ഔവ അങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ലോകത്ത് ഏറ്റവും വലിയ കാര്യം ലോകം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുരുകൻ ചോദിക്കുകയാണോ, ലോകമാണോ ഏറ്റവും വലുത്? അപ്പൊ ഔവ പെട്ടെന്ന് പറയാ, അല്ല 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 അല്ല, ലോകത്തിൽ ഏറ്റവും വലിയ ലോകമല്ല, ലോകത്തെ ഉണ്ടാക്കിയ ഒരാളുണ്ട്. അതാരാ? ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവാണ് ഏറ്റവും വലിയ ആള്? ബ്രഹ്മാവാണ് ഏറ്റവും വലിയ ആളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ബ്രഹ്മാവ് എവിടെയാ ഇരിക്കുന്നത്? പത്മത്തിലാണ്. പത്മ ആവട്ടെ നാഭിയിലാണ്. ആരാ നാഭിയില്? പത്മനാഭന്റെ നാഭിയില്. അപ്പൊ പത്മനാഭന്റെ നാഭിയിലാണ് എന്തിരിക്കുന്നത്? ബ്രഹ്മാവ്. അപ്പൊ ഏറ്റവും വലുതാണ് പത്മനാഭനാണ്. അപ്പൊ വിഷ്ണുവാണോ ലോകത്ത് ഏറ്റവും വലുത്? വിഷ്ണു അല്ല. വിഷ്ണു പാൽക്കടലിലാണ് പള്ളി കൊള്ളുന്നത്. അപ്പൊ കടലാണോ ഏറ്റവും വലുത്? അല്ല, കടലല്ല ഏറ്റവും വലുത്. കടലിനെ അഗസ്ത്യൻ കുടിച്ചു വറ്റിച്ചിട്ടുണ്ട്. അഗസ്ത്യൻ കുംഭസംഭവൻ അല്ലെ, കുടിച്ചു വറ്റി, ഒറ്റ കുടി കടലിനെടുത്തിട്ട്, അറിയാലോ അത്, കുടിച്ചു വറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അഗസ്ത്യനാണല്ലേ ഏറ്റവും വലുത്? അഗസ്ത്യനാണ് ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അഗസ്ത്യൻ കുംഭസംഭവനാ. മണ്ണോണ്ടുള്ള കുടത്തിൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബിയാണ് അഗസ്ത്യൻ. അതുകൊണ്ട് മണ്ണോണ്ടുള്ള കുടത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുടം കുടമല്ല, കുടം മണ്ണോണ്ട് ഉണ്ടാക്കുന്ന, മണ്ണ് ഭൂമിയിലുള്ളതാണ്. അപ്പൊ ഭൂമിയാണോ ഏറ്റവും വലുത്? അല്ല, ഭൂമിയല്ല ഏറ്റവും വലുത്. ഭൂമിയെ ആര് താങ്ങി നിർത്തുന്നുണ്ട്? ശേഷനാഗം ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട്. അപ്പൊ ശേഷനാഗാണോ ഏറ്റവും വലുത്? ശേഷനാഗാണ് ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ശേഷനാഗം പാർവതിന്റെ ചെറുവിരലിൽ ഇടുന്ന ഒരു മോതിരാന്ന് കേട്ടിട്ടുണ്ട്. അത് ശരി. അപ്പൊ പാർവതി അമ്മ അല്ലെ ഏറ്റവും വലുത്? മുരുകൻ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അമ്മയാണ് മുരുകൻ ഏറ്റവും പ്രിയപ്പെട്ട ആള്. എന്റെ അമ്മയാണ് ഏറ്റവും വലുതല്ലേ? അല്ല അല്ല അല്ല, പാർവതി ശിവന് അധീനായതുകൊണ്ട് അതല്ല. അപ്പൊ അച്ഛനാണല്ലോ ഏറ്റവും വലുത്? അല്ല അല്ല, ശിവപെരുമാൾ വസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ് എന്നാണ് ഉത്തരം. അപ്പൊ ശിവപെരുമാൾ വസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും വലുതെന്താ? ഭക്തന്റെ ഹൃദയം. അല്ലെങ്കിൽ ഭക്തന്
ഹൃദയത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഹൃദയത്തിന് വ്യാപ്തി കൂട്ടുന്ന ഒരു ടെക്നിക്കിന്റെ പേരാണ് ഭക്തി. അതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള പ്രേമസ്വരൂപം ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടി നിത്യേന ഭക്തിയെ അനുസന്ധാനം ചെയ്യണം. ആ ഭക്തി എന്താണ്? നോൺ ഡുവലിസ്റ്റിക് ആണ്, ഉപാധിരഹിതമാണ്, അൺകണ്ടീഷണൽ ആണ്, നിരുപാധികമാണ്, ഉപാധിരഹിതമാണ്, അതേ സമയത്ത് എന്താണ്? ദ്വൈതരഹിതമാണ്. അത് ഹൃദയത്തിന്റെ പന്താവാണ്. അങ്ങനെയുള്ള ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ നാരദ ഭക്തി സൂത്രം നമ്മളെ സഹായിക്കട്ടെ. ധാരാളം സൂത്രങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സൂത്രങ്ങളൊക്കെ എന്താണ്? ഈ സൂത്രങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് ആയിട്ട് ഈ വിഷയത്തെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇത്രയും ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ബ്രഹ്മം എന്താന്നുള്ളതിനൊരു സൂത്രമുണ്ട്, ബ്രഹ്മസൂത്രം. ഇത്രയും ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്തി. ആ ഭക്തി ഇത്രയും കോൺക്രീറ്റ് ആക്കിയിട്ട്, ഇത്രയും നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മുടെ ഉള്ളിലേക്ക് 84 സൂത്രങ്ങളായിട്ട് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭാരതം തഥാഗതയെ അഭിനന്ദിക്കുകയാണ്. കാരണം എത്രയോ കാലം എൻ്റെ പിന്നാലെ ഇത് പറഞ്ഞ് നടന്നിട്ടുണ്ട്. ശ്രീനാഥിയാണ്, തഥാഗതക്കാർ പറഞ്ഞിട്ടില്ല, ശ്രീനാഥിയാണ് എന്നോട് എത്രയോ കാലമായിട്ട് ഭക്തിസൂത്രം എടുക്കണം എന്ന് പറഞ്ഞത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റായിട്ട് നമ്മൾ കരുതാണ്. അതൊരു വലിയ ജേണി ആവട്ടെ. നമ്മുടെ ഉള്ളിലൊക്കെ ആ ഭക്തിരസം, പ്രേമരസം നിറയാൻ പാകത്തിനുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ കേവലം അത് മാത്രമല്ലാതെ നമുക്ക് ആ സൂത്രത്തിൻ്റെ ഒപ്പം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിനനുഗുണമായിട്ടുള്ള ജ്യോതിഷ്മതി ധ്യാനം പോലത്തെ ചില ധ്യാനങ്ങളൊക്കെ, ഹൃദയത്തെ കേന്ദ്രീകൃതമാക്കിയിട്ടുള്ള, ഹൃദയം മാത്രം, ഹൃദയ കേന്ദ്രീകൃതമായ ചില ധ്യാനങ്ങളൊക്കെ പരിശീലിക്കാൻ സാധിക്കട്ടെ. ഭക്തിരസം നമ്മുടെയൊക്കെ സിരകളിലൂടെ ഒഴുകട്ടെ. ഭക്തനായിട്ടുള്ള ഒരാളുടെ ലക്ഷണം എന്താണ് എന്ന് കൂടെ പറഞ്ഞിട്ട് ഇത് നിർത്താം. അതെന്താണ്? അത് കേൾക്കുമ്പം ഒരു ദുർബലതയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരു ഭക്തനായിട്ടുള്ള വ്യക്തിക്ക് ലോകത്ത് എന്ത് മനോഹരമായ കാര്യം കണ്ടാലും കണ്ണ് നിറയും എന്നുള്ളതാണ് എൻ്റെ ലക്ഷണം. ഒരു പൂമ്പാറ്റ പൂന്തേൻ ഉണ്ണുന്നത് കണ്ടാൽ കണ്ണ് ആർദ്രമാവുന്നുണ്ട് എങ്കിൽ ഹൃദയത്തിൽ പ്രേമം പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടാൽ നമുക്ക് ഹൃദയം മിടിക്കുന്നുണ്ട് എങ്കിൽ, കണ്ണ് നിറയുന്നുണ്ട്, കണ്ണ് ആർദ്രമാകുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് ഭക്തി അല്ലെങ്കിൽ പ്രേമം ഹൃദയത്തെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് കൈ കൂപ്പുന്നതിന് മുമ്പ് കണ്ണാണ് നിറയുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഗദ്ഗതം വരുന്നുണ്ടെങ്കിൽ, ഗദ്ഗത കണ്ഠനാവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്തി ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അല്ലാത്തവർക്കൊരു ടെസ്റ്റ് എന്നുള്ള എനിക്ക് പറഞ്ഞാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്ക് നേരിട്ട് ഇതിൽ കാണുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ. ആ അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു കാരണവുമില്ല, ക്രൈ ഫോർ നോ റീസൺ. അത് വിഷമായിട്ടുള്ള കരച്ചിലല്ല, ആനന്ദാശ്രു ഉണ്ടാവുക. കരച്ചിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആഹ്ലാദകരമാവുന്ന ഒരു അനുഭവമുണ്ട്. അതെപ്പോഴാ? ആനന്ദത്തിന്റെ മൂർച്ചയിൽ കണ്ണ് നിറയുന്നതാണ്. നമ്മൾക്കൊക്കെ കണ്ണ് നിറയെ ഇഷ്ടമാണ്, പക്ഷെ ആനന്ദത്തിലാവണം, ദുഃഖത്തിലാവരുതെന്നുണ്ട്. ആ ആനന്ദാനുഭവം ഉണ്ടാവട്ടെ ഓരോ കാര്യവും. നിങ്ങൾ ആരെങ്കിലും ജയമോഹന്റെ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് ആന ഡോക്ടർ എന്നാണ്. നിങ്ങൾ എല്ലാവരും വായിക്കണം ആ ബുക്ക്, ആന ഡോക്ടർ. ഒരു സജഷനാണ്, ഒരു ബുക്ക് സജഷൻ, നിർബന്ധമായിട്ടും വായിക്കണം. ആ പുസ്തകത്തിൽ ഈ പല മൃഗങ്ങളെയും ഈ തിന്നിട്ട് പുഴു തിന്നുമല്ലോ ഇതിനെ. അപ്പൊ ആദ്യം ഈ പുഴുക്കളെ കാണുമ്പോൾ ആ ഡോക്ടർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അയാൾ പെട്ടെന്ന് ആ മണമൊക്കെ കാരണം അവിടുന്ന് ഓടിപ്പോവാണ്. പിന്നീട് അയാൾ ആ പുഴുക്കളെ നോക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം അയാളെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്ന ഒരു ഘട്ടമുണ്ട്. ഒരു ബുദ്ധനായിട്ട് മാറുന്നുണ്ട് അയാൾ, ആ ഡോക്ടർ. ആ ബുദ്ധനായി മാറുന്നുണ്ടെന്ന് അതിൽ പറയുന്നില്ല, നമുക്ക് അനുഭവപ്പെടും. ആ സമയത്ത് അയാൾ ആ പുഴുക്കളെ നോക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, എന്തൊരു ഓമനകളാണത് എന്നാണ്. ബ്രഹ്മത്തിന്റെ ഡയറക്റ്റ് കൺട്രോളിൽ, അതാണ് വാക്ക്. എന്തൊരു ഓമനകളാണ്, അവർക്ക് ഒരൊറ്റ കമാൻഡ് മാത്രമേ ഉള്ളൂ, തിന്നോളുക. ഇപ്പൊ പുഴു ജനിച്ച ഉടനെ എന്താ ചെയ്യുന്നത്? തിന്നോണ്ടിരിക്കുക. അതിന്റെ പണി അതാണ്, തിന്നോണ്ടിരിക്കുക. എന്തിനു തിന്നോണ്ടിരിക്കുന്നത്? ഇനി ഒരു ഒരു ഇതിലേക്ക് പോകുന്ന, ഒരു ഹൈബർനേഷനിലേക്ക്, ഒരു പ്യൂപ്പാ ഘട്ടത്തിലേക്ക് പോകുന്ന അത്രയും ഭക്ഷണം സ്വീകരിച്ചോളുക. എന്നിട്ട് അതൊരു ചിത്രശലഭമായിട്ട് പറന്നു പോകും. അങ്ങനെ ആ പുഴുക്കളെ കാണുന്ന സമയത്ത് അസ്ത്രീകരം എന്നല്ല അയാൾക്ക് തോന്നുന്നത്. അയാൾക്ക് തോന്നുന്നത്, അയ്യോ പ്രപഞ്ചം എന്തൊരു ഭംഗിയായിട്ടാണ് ഇതിനെ
പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ വികാരത്തിന്റെ പേരാണ് പ്രേമം, ഭക്തി. അത് സർവ്വതിനോടും ഉണ്ടാവുക. ഭൂതദയ, ഭൂതദയ എന്ന് പറഞ്ഞാൽ സഹജീവിയോടുള്ള പ്രേമാണ്. ആ പ്രേമം തന്നെയാണ് ഈശ്വരനോടുള്ള ഭക്തി. ആ സമയത്ത് നമുക്ക് മുമ്പിൽ വരുന്ന ഈച്ചയിലും പാറ്റയിലും പ്രാണിയിലും കൊതുവിലും ഒക്കെ അതിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസരം ഉണ്ടാവും. അത് വലിയ കാര്യമാണ്. അത് ട്രാൻസ്ഫോർമേഷനാണ്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷനാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ജേണി ഒരുമിച്ച് സഞ്ചരിക്കാം. നമുക്ക് ഈ കാര്യങ്ങളിലൂടെ ധാരാളമായിട്ട് നാരദൻ്റെ അനുഭവത്തിലൂടെ, നാരദൻ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാം. എന്നിട്ട് നമുക്ക് ആ അനുഭവത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. എല്ലാവർക്കും ആ ദേവർഷി നാരദൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ ഈ സമയം ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്ന നമ്മൾ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം അനുസന്ധാനം ചെയ്യാൻ തീരുമാനിച്ച് നമ്മളെ മേലൊക്കെ ആ കൃപ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.